നിങ്ങളെ വിളിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണോ റിപ്പോർട്ടർ TV എന്നുള്ളതല്ലേ? എന്നെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള പണിയാണത്. നമ്പർ 1 ആയ കേരളത്തിൽ ഒരു ചാനൽ വെച്ചിട്ട് പ്രതിപക്ഷത്തെ സൂചിപ്പിച്ച് സർക്കാരിനെ സൂചിപ്പിച്ച് ഒരു 10-25 MP-മാരും 20 മന്ത്രിമാരും അത് വെച്ചിട്ട് കേസൊക്കെ ഒഴിവാക്കി ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? കേരളത്തിലൊരു പ്രധാനപ്പെട്ട മന്ത്രി റിപ്പോർട്ടർ TVയെ കുറിച്ച് പറഞ്ഞത്, റിപ്പോർട്ടർ TV കാണുന്ന സമയത്ത് VPയുടെ ഗുളിക എടുത്ത് കയ്യിൽ വെക്കണം. കേരളത്തിന്റെ മാധ്യമ ചരിത്രം എന്ന് പറയുന്നത് ആന്റി ഗവൺമെന്റ് ആയിരുന്നു. റിപ്പോർട്ടർ TV വരുന്നത് വരെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ അതായത് സാമുദായിക നേതാക്കന്മാർ വരെ റിപ്പോർട്ടർ TVയുടെ മൈക്ക് കാണുമ്പോൾ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവാം. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖരെ പത്രപ്രവർത്തകരൊന്നും ജേർണലിസം പഠിച്ചിട്ടില്ല. ഞാൻ മുമ്പ് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. എനിക്ക് മാധ്യമപ്രവർത്തനം അറിയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. മാധ്യമങ്ങളുടെ കൂട്ടത്തിലെ പ്രതിപക്ഷമാണ് റിപ്പോർട്ടർ എന്നാണ്. 100%. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും വലിയ മുതലാളിമാരുടെ വാർത്ത മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? വാർത്ത ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, വാർത്ത പോവില്ല. റിപ്പോർട്ടർ TVയിൽ അങ്ങനെ ഒരെണ്ണം കാണിച്ചു തരാൻ പറ്റുമോ? ഒരെണ്ണം. അരുൺകുമാറിനെ പോലുള്ള ആളുകൾ ഒരുപക്ഷെ താങ്കൾക്കെതിരെ വാർത്ത വായിച്ച ഒരാളായിരിക്കും. വാർത്ത കാരണം അത് എനിക്കെന്താ അതിൻ്റെ എക്സെപ്ഷൻ എന്താ? അയ്യോ എനിക്കെതിരെ വാർത്ത വരാൻ പാടില്ല എന്നുള്ളൊരു സംവിധാനം ഉണ്ടോ? ഞാൻ ഈ മാപ്ര വിളിനെ ഒട്ടും അംഗീകരിക്കാത്ത ഒരാളാണ് കേട്ടോ. കാരണം അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജോലിയാണ്. ഈ ജോലിയുടെ 75% സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കണം. കേരളത്തിൽ ഒരു ജോലിക്കും 75% സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ജോലിയാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ മാപ്രകൾ എന്ന് വിളിക്കുന്നത്. ഈ മാപ്ര വിളിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അജണ്ടയുണ്ട്. അനീതിയാൽ വേട്ടയാടപ്പെടുന്ന തെരുവിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരാൾക്ക് റിപ്പോർട്ടർ കൈ കൊടുക്കും. റിപ്പോർട്ടറിന്റെ എന്ത് സംവിധാനം ഉപയോഗിച്ചിട്ടാണോ അവനെ സഹായിക്കാൻ പറ്റുന്നത് ആ സഹായം മുഴുവൻ ചെയ്യും. കേരളത്തിൻ്റെ മാധ്യമ മണ്ഡലത്തിൽ സമീപകാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പേരുകളുടെ ഉടമയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. ആൻഡ്രൂ അഗസ്റ്റിൻ. മാഡിസത്തിൻ്റെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിലേക്ക് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ മാനേജിംഗ് എഡിറ്ററായ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പൊതുവേ മാധ്യമ മുതലാളിമാർ മനോരമയുടേതോ മാതൃഭൂമിയുടേതോ ഏഷ്യാനെറ്റിൻ്റേതോ ഏതായാലും അതാത് മാധ്യമ മുതലാളിമാർ അതിൻ്റെ അണിയറയിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാറുള്ളത്. പക്ഷേ താങ്കൾ അങ്ങനെയല്ല. മാത്രമല്ല, റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ ആരാണ് എന്ന് കേരളത്തിലെ പ്രേക്ഷകർക്കറിയാം. അതിന് പ്രസിദ്ധിയുമുണ്ട്, കുപ്രസിദ്ധിയുമുണ്ട്. താങ്കൾ പെട്ട അല്ലെങ്കിൽ കേസുകളൊക്കെ അതിനകത്തുനിന്നുണ്ടായിട്ടുള്ള നെഗറ്റീവ് ഇമേജ് മാറ്റാൻ വേണ്ടി തുടങ്ങിയതാണ് ഒരു ചാനൽ എന്നും, ഒരു മുതലാളി ഒരു ചാനലിൻ്റെ മുന്നിൽ വന്ന് ഇരുന്ന് സംസാരിക്കേണ്ടതല്ല, വിശകലനം ചെയ്യേണ്ടതല്ല എന്ന് ഉറപ്പുള്ള ഒരു പ്രേക്ഷക സമൂഹവും നിരന്തരമായി വേട്ടയാടുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് താങ്കൾ ഒരു ചാനൽ ആരംഭിക്കണം എന്നാലോചിച്ചത്? ആദ്യം ഞാൻ പറയുന്നത്, ഞാനായിട്ടല്ല ഒരു മുതലാളി ചാനൽ തലപ്പത്തേക്ക് വന്നത്. റിപ്പോർട്ടർ TVൻ്റെ ചരിത്രം തന്നെ നികേഷ് കുമാറിലൂടെ തുടങ്ങുന്നതാണ്. നികേഷ് കുമാറായിരുന്നു അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററും റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം. അതങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. ഒരു മുതലാളി എന്ന ബിംബം ഉണ്ടായിരുന്നില്ല. അല്ല, അദ്ദേഹം ജേർണലിസ്റ്റ് എന്നുള്ളത് കൊണ്ടായിരിക്കാം, അങ്ങനെയായിരിക്കും ഒരു ജേർണലിസ്റ്റ് വന്ന് ചാനൽ തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ മുമ്പ് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. എനിക്ക് മാധ്യമപ്രവർത്തനം അറിയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. എനിക്കറിയാവുന്ന പണി ചെയ്യാൻ റിപ്പോർട്ടർ TVനെ ഉപയോഗിച്ചതിൽ തെറ്റുണ്ടെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ ജനങ്ങൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ ഒരു മാധ്യമ ചരിത്രത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ മനോരമയുടെയോ മാതൃഭൂമിയുടെയോ ഏഷ്യാനെറ്റിൻ്റെയോ ഒന്നും മുതലാളിമാർ അത് ചെയ്തിട്ടുണ്ടാവില്ല. അതൊരു കേരളത്തിൻ്റെ മാധ്യമ ചരിത്രമാണ്. അവിടേക്കൊരു പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും ചെയ്ത് തന്നെ തുടരണം എന്നൊരു നിർബന്ധമില്ലല്ലോ. ഞാൻ അതിനകത്ത് ചെയ്തു. ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു 1-2-3 മാസങ്ങളായിരിക്കാം അത് ചർച്ചയായിട്ടുണ്ടാവുക. അയ്യോ, അദ്ദേഹം എന്തിനാണ് അങ്ങനെ വന്ന് ചർച്ച ചെയ്യുന്നത്, മുതലാളി എന്തിനാണ് ചർച്ച ചെയ്യുന്നതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങനെ അതൊരു വലിയ രീതിയിൽ ഞാനൊരു മുതലാളി എന്നുള്ള നിലയിലേക്ക് ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ പറയുന്നത് ഹാർഡ് കോർ പൊളിറ്റിക്സ് ആണ്, വാർത്തയാണ് ഞാൻ പറയുന്നത്, അതാണ് ശീലിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടൊരു ചാനൽ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ TVക്ക് 15 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഞാനൊരു നടന്നുകൊണ്ടിരുന്ന ചാനലാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പം നടന്നുകൊണ്ടിരുന്ന ചാനൽ ടേക്ക് ഓവർ ചെയ്യുമ്പം എന്താണ്, അതൊരു പുതിയ മാധ്യമമായിട്ട് കാണാനേ കഴിയില്ല. ഞാൻ ആ ചാനൽ ജേണിയുടെ ഒരു ഭാഗത്ത് വന്ന് അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 2015 തുടങ്ങിയ റിപ്പോർട്ടർ TVയുടെ ഭാഗമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല. 13 തുടങ്ങി തന്നെ ഭാഗമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടാവാം. പക്ഷേ അങ്ങനെ ഒരാൾക്ക് വന്നിട്ടൊന്നും കേരളത്തിലെ മാധ്യമ ചരിത്രം മാറ്റാനോ അല്ലെങ്കിൽ പ്രസിദ്ധിയിലേക്ക് കൊണ്ടുവരാനൊന്നും പറ്റും ഞാൻ വിചാരിക്കുന്നുമില്ല. അങ്ങനെ മാറ്റാൻ കഴിയുന്നില്ല. ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്,
നല്ല രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയാൽ വിജയിക്കും. കേരളത്തിലത്തെ ചാനലുകൾ പൊളിഞ്ഞുപോയി. വലിയ രീതിയിൽ മാധ്യമത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും മാധ്യമത്തെക്കുറിച്ചും ധാരണയുള്ളവർ നടത്തുന്ന സ്ഥാപനങ്ങൾ എത്രണ്ണം പൊളിഞ്ഞുപോയി. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ. പക്ഷെ താങ്കൾ ഈ മാധ്യമത്തിലേക്ക് വന്നതിന് ശേഷം, റിപ്പോർട്ടറിലേക്ക് വന്നതിന് ശേഷം, പൊതുവേ നമ്മൾ പറയാറുണ്ട് ജേർണലിസ്റ്റുകൾക്ക് പ്രത്യക്ഷമായി രാഷ്ട്രീയം പാടില്ല എന്ന്. ഒരു NSSന്റെ സമദൂര സിദ്ധാന്തം പോലെ ജേർണലിസ്റ്റുകൾക്ക് രാഷ്ട്രീയം പറയാനുള്ള അവസരം ഉണ്ടാകാറില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിലേക്ക് നോക്കിയാൽ, അതിൻ്റെ തലപ്പത്തുള്ള ജേർണലിസ്റ്റുകൾ, മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് നോക്കിയാൽ കൃത്യമായി രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള ആളുകളാണ്. എന്തുകൊണ്ട് പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ രാഷ്ട്രീയം പറയണം എന്ന് കരുതുന്നത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം അതാത് വാർത്തയുടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഓരോ ജേർണലിസ്റ്റും അതാത് ദിവസത്തെ മീറ്റ് എഡിറ്റേഴ്സ് ചർച്ച ചെയ്യുക. ഓരോ ടോപ്പിക്ക് തിരഞ്ഞെടുക്കുന്നു. ആ ടോപ്പിക്കിന് എന്താണോ രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് ഓരോ ജേർണലിസ്റ്റും പറയുന്നത്. ചിലപ്പോൾ അത് ഇടതുപക്ഷ രാഷ്ട്രീയമാവാം, ചിലപ്പോൾ അത് വലതുപക്ഷ രാഷ്ട്രീയമാവാം, ചിലപ്പോൾ BJPക്ക് അനുകൂലമാവാം. പക്ഷെ ഞാൻ വിചാരിക്കുക അതാത് ടോപ്പിക്കിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ അരുണും സ്മൃതിയും ഒന്നും ഞാൻ വിചാരിക്കുന്ന പോലെ, ഞാൻ തന്നെയാണെങ്കിലും ഒരു ഇടതുപക്ഷ അനുകൂലമോ വലതുപക്ഷ അനുകൂലമോ ആയിട്ടാണ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. പറയുന്നത് അതാത് വാർത്തയുടെ രാഷ്ട്രീയമാണ്. ഇന്നത്തെ വാർത്ത എന്താണ്? ഇന്നിപ്പോൾ ശബരിമല വാർത്തയാണെന്ന് വെച്ചോളൂ. ശബരിമലയുടെ വാർത്തയുടെ രാഷ്ട്രീയമാണ് പറയുന്നത്. അതിന് ചിലപ്പം എനിക്ക് ഭിന്നാഭിപ്രായമാകാം, അരുണ് ഭിന്നാഭിപ്രായം, സ്മൃതിക്ക് ഭിന്നാഭിപ്രായമാകാം. എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു ഇടതുപക്ഷ നിലപാടെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി രാഷ്ട്രീയം പറയാതെ വിചാരിക്കുന്നില്ല. പല സംവിധാനത്തിലും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നില്ല. അതോ കേൾക്കുന്ന ഓരോരുത്തരുടെ ശൈലി പോലെ ഇരിക്കും. പക്ഷേ ചിലപ്പോൾ എന്നുള്ളത് എളുപ്പം സമ്മതിച്ചു തരാൻ പറ്റുന്നില്ല. കാരണം പലപ്പോഴും മറ്റ് മാധ്യമങ്ങൾ, ഓൺലൈൻ മീഡിയകളൊക്കെ ഇടതുപക്ഷ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കുക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതിലേക്ക് നോക്കിയാൽ ഇതൊരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ പറയാൻ വന്നതാണ് എന്നൊരു പൊതുബോധം എങ്ങനെയാണ് രൂപപ്പെട്ടത്? അങ്ങനെയല്ല. കേരളത്തിലെ പൊതുബോധം ഇവിടെ രൂപപ്പെട്ടിട്ട് അങ്ങനെയല്ല. കേരളത്തിന്റെ മാധ്യമ ചരിത്രം എന്ന് പറയുന്നത് ആന്റി ഗവൺമെന്റ് ആയിരുന്നു. അതെ, റിപ്പോർട്ടർ TV വരുന്നത് വരെ ആ ആന്റി ഗവൺമെന്റിനെതിരെ എപ്പോഴും പ്രതിപക്ഷ സ്വഭാവമാണ്. ഞാൻ പറയുന്നത് പ്രതിപക്ഷ സ്വഭാവത്ത് മാത്രമേ മാധ്യമങ്ങൾ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ശൈലി ഉണ്ടാവാൻ പാടില്ലല്ലോ. ഞാൻ പറയുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റിനെ നല്ല രീതിയിൽ പറയണം. അത് നമ്മുടേതായ മാധ്യമ പ്രവർത്തന ശൈലിയിൽ ഉണ്ടാക്കിയെടുത്തതാണത്. നമ്മളായി പറയാണ് ഗവൺമെന്റിന് അനുകൂലമായ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഞാനൊരു അങ്ങനെ പ്രതിപക്ഷ സ്വരം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേമ പ്രവർത്തനം ഗവൺമെന്റ് ചെയ്താൽ അത് ഗവൺമെന്റിലേക്ക് എത്തിക്കേണ്ടത് ഗവൺമെന്റിന്റെ പൈസ മുടക്കിയിട്ട് മാത്രമാണെന്ന് ശൈലി തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത് ജനങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തിക്കുക എന്തിനാ? ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ഷേമ പെൻഷൻ എന്ന് വെക്കുക. ക്ഷേമ പെൻഷൻ സർക്കാർ കൊടുക്കുന്നു എന്ന് അറിയിക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിൽ മാധ്യമങ്ങളുടെ തന്നെയാണ്. അത് ചെയ്താൽ അപ്പൊ പറയാൻ എന്താ അറിയും? അത് റിപ്പോർട്ടർ TV ചെയ്താൽ പറയും അത് കണ്ടില്ലേ പിന്നെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുക എന്ന് പറയും. അതുപോലെ തന്നെയാണ് മറ്റു സ്ഥലം മറ്റുള്ളവരത് ഇഗ്നോർ ചെയ്ത് കളയും. ചിലപ്പോൾ അങ്ങനെ ക്ഷേമ പെൻഷൻ കൊടുത്താൽ മിണ്ടണ്ട, അത് PRD ചെയ്തോളൂ എന്ന് പറയും. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് നോക്കിയാൽ മറ്റൊരു കൗതുകം കൂടി പറയാം. അതായത് നമ്മളൊരു വള്ളംകളി അല്ലെങ്കിൽ ഒരു കമ്പവലി പോലെ ഒരു പക്ഷം അല്ലേ അപ്പുറവും ഒരു പക്ഷം ഇപ്പുറവുമാണ്. ഇതിനകത്ത് 4 പക്ഷങ്ങളാണ്. പക്ഷേ ആ പക്ഷങ്ങൾക്കകത്തുള്ള ഒരു ബലാബലം അല്ലെ, ഒരു നീതിയിലേക്കുള്ള നീങ്ങൽ ആ ബലാബലത്തിനുണ്ടാകണം. പക്ഷേ ഇതിനകത്ത് ഒരു ലെഫ്റ്റിൻ്റെ ഒരു അധിക ബലമുണ്ട്. ഇപ്പോൾ ഡോക്ടർ അരുൺകുമാറിനെയും ആൻഡോയെയും നോക്കിയാൽ പലപ്പോഴും ആ സെൻട്രലിൽ ഇരുന്ന് അതിൻ്റെ ഒരു അധിക ബലമായി ലെഫ്റ്റിൻ്റെ ഒരു രാഷ്ട്രീയം പറയാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ട്. അത് കാഴ്ചക്കാരെ അപേക്ഷിച്ചിരിക്കും. നമ്മളിപ്പം ഒരു ഇടതുപക്ഷ ചിന്താഗതി നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ അരുൺ പറയുന്നത് ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള സാധനമായിട്ട് തോന്നാം. വലതുപക്ഷക്കാരൻ ഇന്ന് നോക്കുന്ന സമയത്തും അത് അങ്ങനെ ആയിക്കോണമെന്നില്ല. കാരണം അവർ ഒരു ഫാക്റ്റ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പ്രോപ്പറായി. റിപ്പോർട്ടർ TV സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് പറഞ്ഞാൽ ഫാക്റ്റിൻ്റെ പുറകെ പോകുന്ന ഒരു ചാനലായിട്ടാണ് ഞാൻ ഇതുവരെ അതിനെ കണ്ടിട്ടുള്ളത്. ഏത് ഫാക്റ്റാണോ ആ ഫാക്റ്റിൻ്റെ അങ്ങേയറ്റം വരെ പോകും. പക്ഷേ എന്താണ് കേരളത്തിലെ ഒരു മാധ്യമം ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യം കാണിക്കില്ല. കാരണം ഒരു വൺ സൈഡഡ് ആയിരിക്കും എപ്പോഴും. ഞാൻ ഒരു വ്യൂവറെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ TVയുടെ മീറ്റ് എഡിറ്റേഴ്സ് കണ്ടാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എന്നുള്ളതാണ്. അത് സ്മൃതിയുടെ അഭിപ്രായം അത് അവരെ എടുക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അരുണിൻ്റെ അഭിപ്രായം എടുക്കുന്നുണ്ടാവില്ല, എൻ്റെ അഭിപ്രായം എടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മാധുവിൻ്റെ അഭിപ്രായം എടുക്കുന്നുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാത്തതിന് കാരണം
അതത് ഒരു അദ്ദേഹത്തിന് വിഷയത്തിലേക്ക് എല്ലാ ഭാഗത്തും നോക്കാനുള്ള അവസരമുണ്ടായിരുന്നു. സമഗ്രത വരുള്ളൂ, ആ സംവിധാനത്തിന് ഒരു സമഗ്രത വരുള്ളൂ. ആ സമഗ്രത വരുത്തുക എന്നുള്ളതാണ് റിപ്പോർട്ടർ ടിവിയുടെ ഉദ്ദേശം. കാണുന്ന ഒരാൾക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു സമഗ്രത വരുത്തണം, ചോദ്യം ഉണ്ടാവണം, ഉത്തരവ് ഉണ്ടാവണം, അത് രണ്ട് വശം ഉണ്ടാവണം. പക്ഷെ ആ സമഗ്രതയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ കക്ഷികളുടെ ഇരിപ്പിടം കൂടിയാണ് യഥാർത്ഥത്തിൽ ഓരോ ഫ്ലോറുകളും മാധ്യമത്തിൽ വന്നിരിക്കുന്ന ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ആളുകൾ, ഇനി അതിനകത്തുള്ള ആളുകൾ. അതിനകത്തുനിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി. റിപ്പോർട്ടറിലെ എപ്പോഴും അതിനകത്തൊരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരാൾ അതിനകത്ത് എപ്പോഴും ചർച്ച മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ്. ആ ഇരിപ്പിടം റിപ്പോർട്ടർ ഉപേക്ഷിക്കുകയാണോ അതോ അതിലേക്ക് പകരം വന്നത് ഒരാളല്ല? അതാണ് ഞാൻ ആ പ്രോഗ്രാമിൻ്റെ കാഴ്ചപ്പാടിനോടുള്ള വ്യത്യാസമാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ സുജയനെ കുറിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ പറയുന്നത് വ്യക്തിപരമെന്നല്ല, ഞാൻ പറയുന്നത് ഒരാളെ അവിടെ ആ റീപ്ലേസ്മെന്റ് എന്നുള്ളൊരു സംവിധാനം ഇല്ല. വാർത്തയാണ് അവിടുത്തെ രാഷ്ട്രീയമായി കാണേണ്ടത്. അവിടെ ആ വാർത്തയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയവും എതിരായ രാഷ്ട്രീയവും പറയാൻ അവിടെ എപ്പോഴും ആളുണ്ടാവും. ഞാനുള്ള ദിവസം ഇല്ലാത്ത ദിവസം ഉണ്ടാവാം, അരുൺ ഇല്ലാത്ത ദിവസം ഉണ്ടാവാം, സ്മൃതി ഇല്ലാത്ത ദിവസം ഉണ്ടാവും, അവിടെ മാധു ഇല്ലാത്ത ദിവസം ഉണ്ടാവാം. പക്ഷേ അവിടെ ആ ചർച്ച അവിടെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ അങ്ങനെ ഒരാളെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ വാർത്തയുടെ രാഷ്ട്രീയം പറയാൻ അവിടെ ആളുണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കാറുള്ളൂ. അതിന് BJP അനുകൂലമാവാം, എതിരാവാം, കോൺഗ്രസിന് അനുകൂലമാവാം, എതിരാവാം, CPM അനുകൂലമാവും, എതിരാവാം. പക്ഷെ ആ വാർത്തയുടെ രാഷ്ട്രീയം പറയാൻ എപ്പോഴും അവിടെ ആളുണ്ടാവും. ആ ആളെയാണ് നമ്മളവിടെ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അവിടെ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടുവന്നിട്ട് ഇരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതേ ഇല്ല. രാഷ്ട്രീയം പറയുന്ന അർത്ഥത്തിലാണ് പലപ്പോഴും നമ്മൾ സത്യം തെളിയുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കും എന്ന് പറയാറുണ്ട്. പലപ്പോഴും ഒരു വാർത്ത ചെയ്ത് അതിൻ്റെ ഒരു ഫോളോ അപ്പ്, ഒരുപക്ഷെ നാളെ ആ വാർത്ത കൊണ്ട് വേദനിക്കപ്പെട്ട ആളുകൾ ആ വാർത്തയുടെ സത്യം വരുന്നതിന് തൊട്ടപ്പുറത്തായിരിക്കും തൊട്ടടുത്ത വേറൊരു വിഷയം വന്ന് അതിൻ്റെ പിന്നാലെ പോകുന്നത്. പക്ഷേ റിപ്പോർട്ടർ ചാനൽ ചില കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് നടി ആക്രമിക്കപ്പെട്ട കേസൊക്കെ ആയിട്ട് അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ നിയമപരമായ പരിഹാരം തേടുന്നത് വരെ അതിൻ്റെ പിന്നാലെ റോഷിപാൽ എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പോരും. ഇങ്ങനെ നീതിയുടെ പിന്നാലെ പോവുകയാണോ അതോ റേറ്റിങ്ങിൻ്റെ പിന്നാലെ പോവുകയാണോ? രണ്ടും കൂടി ഒരർത്ഥത്തിൽ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ റേറ്റിങ്ങിൻ്റെ പിന്നാലെ പോക്കും കൂടിയുണ്ട്. ശരിക്കും എന്തിൻ്റെ പിന്നാലെയാണ് റിപ്പോർട്ടർ ചാനൽ? ഈ റിപ്പോർട്ടർ ടിവിയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നാണ്. നമ്മൾ തുടങ്ങിയത് അങ്ങനെയാണ്. ഞാൻ പറയുന്നത് ആദ്യത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഓറിയൻറ്റേഷൻ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും റിപ്പോർട്ടർ ടി വി റൈറ്റിങ്ങിൻ്റെ പുറകെ പോയില്ല എന്നുള്ളത്. അതൊരു കറൻസിയാണ്. കാരണം അത് മാർക്കറ്റിംഗ് ടൂളായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് റേറ്റിംഗ് എന്ന് പറയേണ്ടത്. കേരളത്തിൽ അടുത്ത കാലത്തായി വലിയ രീതിയിൽ റേറ്റിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യും. എന്താണ് റേറ്റിംഗ് എന്നുള്ളതിനെ കുറിച്ച് ധാരണയായി അങ്ങനെ ഒരു ചർച്ച വന്നതുകൊണ്ട് മാത്രം റേറ്റിംഗ് ഒരു ചർച്ചാ വിഷയമായി മാറിയതാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. റിപ്പോർട്ടർ ടി വി എപ്പോഴും പോകുന്നത് വാർത്തയുടെ പുറകെ തന്നെയാണ്. വാർത്തയുടെ പുറകെ തന്നെ പോകുന്ന സമയത്ത് ജേർണലിസ്റ്റ് പിന്നോട്ട് വലിക്കാറില്ല. ഒരു ജേർണലിസ്റ്റ് വാർത്തയുടെ പുറകെ പോയാൽ അതെന്തായി എന്ന് തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് പറയാറില്ല. പിന്നോട്ട് വലിക്കുന്ന ഒരു പരിപാടി റിപ്പോർട്ടർ ടി വിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതുകൊണ്ട് ആ വാർത്തയുടെ എൻഡ് വരെ പോകും. ഒരു ജേർണലിസ്റ്റ് ഒരു വാർത്തയുടെ പുറകെ ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചാൽ ആ വാർത്ത എന്നാണോ അവസാനിക്കുന്നത് അന്നേ ആ ജേർണലിസ്റ്റ് ആ വർക്ക് തീരുള്ളൂ. കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് ആൾക്കാർ എന്ത് പറയുന്നറിയോ? റിപ്പോർട്ടർ ടി വി അഗ്രസീവാന്ന് പറയും. കാരണം ഇന്ന് ഒരു വാർത്ത നമ്മുടെ കയ്യിൽ കിട്ടി, നാളെ നമ്മളെ മറ്റുള്ള ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വാർത്തയ്ക്ക് വേണ്ടി മാത്രമാണ് ആ ആളെ ഫോളോ ചെയ്യുന്നത്. റിപ്പോർട്ടർ ടി വിയുടെ ജേർണലിസ്റ്റ് അങ്ങനെയല്ല. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നിന്ന് ചില വാർത്തകൾ ഭരണകൂടത്തിനെതിരായിട്ടും മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ടൊക്കെ കൊണ്ടുകൊടുത്തപ്പോൾ അവരുടെ തൊഴിൽ പോലും ഉപേക്ഷിച്ച് പുറത്തു പോരേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പോലും, അതായത് ഒരു വാർത്തയുടെ പേരിൽ റിപ്പോർട്ടർ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണോ ഇതിനകത്ത് നിന്ന് പറയാൻ? റിപ്പോർട്ടില്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ ഏകദേശം 750 ജേർണലിസ്റ്റ് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് റിപ്പോർട്ടർ ടി വി. ഒരു വർഷം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 5% ജേർണലിസ്റ്റുകളെങ്കിലും ട്രാൻസ്ഫറായി പോകണം. ഒന്നിൽ രാജിവെച്ചു പോകും, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകും. ഓക്കെ, 5% എന്ന് പറഞ്ഞാൽ ഒരു വർഷം 25 പേരെങ്കിലും പോകണ്ടേ? 3 വർഷമായി ഇപ്പോൾ റിപ്പോർട്ടർ ടി വി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഒരു 75 ജേർണലിസ്റ്റെങ്കിലും പോകണം മിനിമം ഒരു റിപ്പോർട്ടർ. 5% എടുത്താലാണ് ഞാൻ പറയുന്നത്. റിപ്പോർട്ടർ ടി വിയിൽ ഈ പുതിയ മാറ്റം വന്നിട്ട് പോലും നമുക്കൊരു 50 ജേർണലിസ്റ്റ് മൊത്തം പോയിട്ടില്ല, തുടക്കം തുടങ്ങി ഇതുവരെ എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ മാറ്റം അത് ജേർണലിസ്റ്റ് വിശ്വാസത്തിന് പുറത്ത് മാത്രമാണ്. ഈ വിശ്വാസത്തിന് പുറത്ത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരാൾ പിന്നെ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. ഈ വിശ്വാസത എന്ന് പറയുമ്പോഴാണ് തൊട്ട് മുന്നേ പറഞ്ഞു ജസ്റ്റിസ് എന്നൊരു വാക്ക്. അപ്പോൾ ഒരു ജസ്റ്റിസുമായിട്ട് ചേർത്ത് വെക്കേണ്ടതല്ല ആൻഡോയുടെ പേര് എന്ന നിലയിലാണല്ലോ ഒരുപക്ഷെ വലിയ വിവാദങ്ങളിലേക്ക് ആൻഡോയുടെ പേര് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ടാവുക.
എന്തുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നത് ആൻഡോയെ? അല്ല, ഞാൻ പറയുന്നത് കോടതിയിൽ നിൽക്കുന്ന വിഷയം എനിക്ക് ഈ സുപ്രഭാതത്തിൽ തീർക്കാൻ കഴിയില്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്നത് കാര്യം, ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട കേസാണ് എന്നോട് ചോദിച്ചതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ അതിനകത്ത് തെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ബോധ്യമുള്ളിടത്തോളം നമ്മളെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അയ്യോ, ഇദ്ദേഹം ഇത്ര കേസിൽ പ്രതി ആയതുകൊണ്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഉത്തമ ബോധ്യമാണ് ഇതിനകത്തിൻ്റെ വരും വരായിക എന്താണ്, ഇതിൻ്റെ അവസാനം എന്താണ് എന്നുള്ളത്. എൻ്റെ വാർത്തയുടെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളെയും ടാഗ് ലൈൻ എന്ന് പറയുന്നത് വനം കൊള്ള എന്നുള്ളതാണ്. മുട്ടിൽ വനം കൊള്ളയല്ലേ? മുട്ടിൽ വനമില്ല, മുട്ടിൽ പഞ്ചായത്തിൽ വനമില്ല. ആ പഞ്ചായത്തിലാണ് ഇത് പരിപാടി നടന്നതെങ്കിൽ ആ പഞ്ചായത്തിൽ വനമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ വനം കൊള്ള എങ്ങനെയാണ്? കേരളത്തിലെ മാധ്യമങ്ങൾ തരുന്നതല്ലേ. അപ്പം കേരളത്തിൽ ഇപ്പം എനിക്ക് നല്ല ധാരണ, താങ്കളോട് എന്തോ ഒരു മുൻവൈരാഗ്യമുള്ളതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. ഞാൻ പറയുന്നത് വാർത്ത എങ്ങനെയാണെന്നേ. വാർത്തയെ കൈകാര്യം ചെയ്യുന്ന ശൈലി പല മാധ്യമങ്ങളും അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇതുവരെ എങ്ങനെയാണ്? അതുകൊണ്ട് എനിക്കൊരു മാധ്യമം ആവശ്യമാണ് ഫൈറ്റ് ചെയ്യാൻ എന്നത്. അല്ല, ഫൈറ്റ് ചെയ്യാനല്ല. മാധ്യമം എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ ലോകത്തിന് പറ്റിയ മാധ്യമം ഇന്നത്തെ ലോകത്ത് ആവശ്യമാണ്. ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവരും പർച്ചേസിംഗ് പവറുള്ള ആൾക്കാരാണ്. 80% ആൾക്കാരും പർച്ചേസിംഗ് പവറുള്ള ആൾക്കാരാണ്. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും വലിയ മുതലാളിമാരുടെ വാർത്ത മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? വാർത്ത ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, വാർത്ത പോവില്ല. കാരണം അത് പർച്ചേസിംഗ് പവറിൻ്റെ വ്യത്യാസമാണ്. റിപ്പോർട്ടർ ടി വിയിൽ അങ്ങനെ ഒരെണ്ണം കാണിച്ചു തരാൻ പറ്റുമോ? ഒരെണ്ണം, ഒരു വാർത്ത ഇന്ന മുതലാളി പർച്ചേസ് ചെയ്തിട്ട് പോകായിരുന്നു എന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് മറ്റു പല ചാനലുകളെക്കെതിരായിട്ടുള്ള ചളിവാരി എറിയലുകൾ എന്ന് പറയാവുന്ന നിലയിലേക്ക് പരസ്പരം ചാനലുകൾ തമ്മിൽ സമീപകാലത്ത് റിപ്പോർട്ടർ വന്നതിന് ശേഷമാണ് തോന്നുന്നത് ഈ രീതിയിൽ മറ്റ് ചാനൽ ഉടമസ്ഥന്മാരെ ആ രീതിയിലുള്ളൊരു മാധ്യമ പ്രവർത്തനം ശരിക്ക് മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു അന്തസ്സ് കുറച്ച് കളയില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഒരാൾ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്നുണ്ട്, അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, പറയാന്നുള്ളതാണ്. എന്നെക്കുറിച്ച് പറഞ്ഞോട്ടെ മറ്റുള്ള സ്ഥാപനങ്ങളും ചെയ്തു എന്ന് പറയുക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായ ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ്. ഈ സിൻഡിക്കേറ്റിനെ ലോകത്തുള്ള ഒരാളും തൊടാൻ പാടില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ഫൈറ്റ് ചെയ്യും എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ശരിക്കും മാധ്യമ സിൻഡിക്കേറ്റ് കേരളത്തിലുണ്ടോ? 100%. എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു? അത് ഞാൻ പറയുന്നത് റിപ്പോർട്ടർ ടി വി അതിന് പുറത്തായതുകൊണ്ടാണ്. ബാക്കി എല്ലാവരും ഒന്നിച്ചാണ്. ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം മാധ്യമങ്ങളുടെ കൂട്ടത്തിലെ പ്രതിപക്ഷമാണ് റിപ്പോർട്ടർ എന്നാണ്. 100%. കാരണം ഞാൻ പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരെ വാർത്ത കൊടുത്ത ഏക സ്ഥാപനം റിപ്പോർട്ടർ ടി വിയാണ്. എത്ര പേര് വാർത്ത കൊടുത്തു? അതിൻ്റെ അകത്ത് MLA തെറ്റ് ചെയ്താൽ പറയണ്ടേ? MP ചെയ്താൽ പറയണ്ടേ? അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും മെമ്പർ തെറ്റ് ചെയ്യാൻ പറയണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് പ്രതിപക്ഷത്തായതുകൊണ്ട് കൊടുക്കാൻ പാടില്ല, ഭരണപക്ഷത്തായതുകൊണ്ട് മാത്രം കൊടുത്താൽ മതി. അത് ഏത് മാധ്യമ പ്രവർത്തന? കാരണം അവിടുത്തെ MLA തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു എന്ന് MLA പീഡിപ്പിച്ചാൽ പീഡിപ്പിച്ചു എന്ന് പറയാനുള്ള ബോധ്യം കാണണം. മനസ്സിലായി? അത് പ്രതിപക്ഷത്തെ MLA ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഭരണത്തിൽ അധികാരമൊന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് വെറുതെ വിട്ടേക്കാം എന്ന് പറയാൻ പറ്റുമോ? ഈ പ്രതിപക്ഷം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് ഏറ്റവും ജനപ്രിയനായ ഒരാളായിട്ട് മാറിയത്. ടെലിവിഷൻ VS അച്യുതാനന്ദനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ VSലൂടെ വളർന്നു വന്ന ഒരു ദൃശ്യമാധ്യമ ചരിത്രം കൂടി കേരളത്തിൻ്റെ ഉണ്ട് എന്ന് മനസ്സിലാവും. VS മരിച്ചപ്പോൾ VSനുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ദൃശ്യമാധ്യമം റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഒരു പരസ്യം പോലും ഇല്ലാതെ VSന് വേണ്ടി മാറ്റിവെച്ചത്? ടെക്നോളജി അത്ര ഉയർന്ന സ്ഥാപനം റിപ്പോർട്ടർ ആയതുകൊണ്ടാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെല്ലാം ടാലൻറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 99% ഇന്ത്യയിലെ മറ്റുള്ള മാധ്യമ സ്റ്റേറ്റിൽ വെച്ച് നോക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരെ വെച്ചിട്ട് എല്ലാവരും 99% ടാലൻറ്റഡായ, പക്ഷേ ആ ടാലൻറ്റിനനുസരിച്ച് ടെക്നോളജി കൊടുക്കാൻ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ലൈവ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് അന്ന് എനിക്ക് തോന്നുന്നു 45-48 ലൈവ് കണക്ടിവിറ്റിയാണ് റിപ്പോർട്ടർ ടി വിക്ക്. ഭയങ്കര ഫെസിലിറ്റി റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ട്. അതുപോലെ തന്നെ മാധ്യമത്തിൽ പണിയെടുക്കാൻ പ്രാപ്തിയുള്ള റിപ്പോർട്ടർമാർ മാത്രമേ റിപ്പോർട്ടർ ടി വിയിലുള്ളൂ. ഒരാളെ പോലും നമ്മൾ ഇല്ല. ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന റിപ്പോർട്ടർമാരാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ റിസൾട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കിട്ടിയ റിസൾട്ടാണ് നമ്മളെ സംബന്ധിച്ചോളം ആ തുടക്കത്തിൽ അതേ പണി ഞങ്ങൾ ഉമ്മൻചാണ്ടിക്ക് എടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് എന്താണോ ചെയ്തത് അതുപോലെ തന്നെയാണ് VS അച്യുതാനന്ദൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനകീയത കുറച്ചും കൂടെ കൂടുതൽ VSനായതുകൊണ്ട് VSൻ്റെതായ സംവിധാനം നമുക്ക് കുറച്ചും കൂടെ ഗുണം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ട് തീർന്നിട്ടുണ്ട് അല്ലേ? അല്ല, ഞാൻ പറയുന്നത് അരുൺകുമാറിൻ്റെ ഒക്കെ ചില കമന്റുകളൊക്കെ വാർത്തയെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ, ഞാൻ പറയുന്നതേ വിമർശനം വെച്ചിട്ട് വാർത്ത വേണ്ട എന്ന് വെച്ചാൽ കേരളത്തിൽ എത്ര വാർത്ത മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഒരു വാർത്തയും കൊണ്ടുപോകാൻ പറ്റില്ല. വിമർശനത്തിന് വേണ്ടി വാർത്ത നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വാർത്ത പോലും കൊടുക്കാൻ പറ്റില്ല.
ഒരു വാർത്ത പോലും കൊടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ ഒരു ചാനലിൽ നിലനിർത്തുന്ന അതിൻ്റെ പരസ്യ വരുമാനം കൂടിയാണ്. ഇങ്ങനെ പരസ്യം വേണ്ട, അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് അതുപോലെ ഇങ്ങനെ മരണ സന്ദർഭങ്ങളിലൊക്കെ ഇടതടവില്ലാതെ ഇടവേളകളില്ലാതെ പരസ്യങ്ങളില്ലാതെ എന്ന് പറയാൻ പാകത്തിലുള്ള ധൈര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ ടൈമിൽ എങ്ങനെ ആ ധൈര്യം കിട്ടുന്നത്? അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാഭം വേണ്ട എന്ന് അങ്ങനെ ലാഭമില്ലാത്ത പ്രശ്നമില്ലാന്നേ. ഞാൻ പറയുന്നത് 3 രീതിയിലാണ് റിപ്പോർട്ടർ ടി വിക്ക് പരസ്യം വരിക. ഒന്ന് ഡിജിറ്റൽ വരുമാനം, ഒന്ന് NR പ്രോപ്പർട്ടീസ് എന്ന് പറയും, നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വലിയ അക്ഷരത്തിൽ റിപ്പോർട്ട് മൈജി ഓപ്ഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവാം. മൂന്നാമതാണ് നമ്മൾ ഈ പറയുന്ന FCT എന്ന് പറഞ്ഞാൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വരുന്ന പരസ്യം. ആ പരസ്യം നമ്മൾ 3 സെക്ഷനായിട്ടാണ് ഉണ്ടാവുക. നമുക്കിപ്പോൾ ഇന്ന് ഒരു 2 മണിക്കൂർ പരസ്യം വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ഡ്രോപ്പിൽ പരസ്യം ഉണ്ടായാൽ മതി, ഒരു എൽ ബാൻഡ് വന്നാൽ മതി, ഒരു ടോപ്പ് ബാൻഡ് വന്നാൽ മതി. മനസ്സിലായോ? അത് അടുത്ത ദിവസം നമുക്ക് അത്രയും കൂടെ പരസ്യം കൊടുക്കാൻ കഴിയണം. ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ ശൈലിയാവാം. നമ്മൾ കണ്ടുവന്ന ശീലവും ശൈലിയുമാണ് ഇങ്ങനെ പരസ്യങ്ങളില്ലാതെ പോവുക എന്നൊക്കെ വിചാരിക്കുന്നത്. അയ്യോ അതിനകത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, എനിക്കിന്ന് വരെ ഒരു ഞാൻ പരസ്യം കൊടുക്കാതിരുന്നിട്ട് അല്ലെങ്കിൽ പരസ്യം കുറഞ്ഞതുകൊണ്ട് 1 മാസം റവന്യൂ പോലും കുറഞ്ഞിട്ടില്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ നമുക്കിത് ഒരു മാസം നടന്നു പോകാൻ എത്ര പൈസ വേണം ഈ ചാനലിന്? ഇന്നത്തെ കാലത്ത് റിപ്പോർട്ടറിന് ഇപ്പോൾ പറഞ്ഞ സാങ്കേതികത അങ്ങനെ കുറേ ഫെസിലിറ്റീസ് അധികമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ റിപ്പോർട്ടറിന് കുറച്ചുകൂടി അധികം വേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. അല്ല, എനിക്ക് തോന്നുന്നു ഒരു 6.5-7 കോടി രൂപയെങ്കിലും മിനിമം വേണ്ടി വരും ഒരു മാസം നടന്നു പോകാൻ. ഞാൻ വിചാരിക്കുന്നത് അത്രയും ഫെസിലിറ്റിയോട് കൂടിയിട്ട് നടന്നു പോകണമെങ്കിൽ അത്രയും വേണ്ടി വരാം. ആൻഡോ പോലെ ഒരാൾ, വയനാട്ടിൽ നിന്ന് വന്ന ഒരാൾ, കേരളത്തിൽ എല്ലാം വ്യത്യസ്തമായ എല്ലാവരും ഇപ്പോൾ ഏറ്റവും പുതിയ ചാനലുകൾ പലതും വരുന്നു, എല്ലാവരും ഒരു പുതിയ ഒന്ന് ലോഞ്ച് ചെയ്യാണ്. പക്ഷേ നിലവിൽ തകർന്ന ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് ഒരാൾ. ആ തകർന്ന കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ സാഹസികതയാണ്. എന്തുകൊണ്ടാണത്? അല്ല, ഞാൻ എല്ലാം റിസ്ക് എടുത്ത് ചെയ്ത ആളാണ്. ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ, എൻ്റെ ബിസിനസ്സുകൾ മുഴുവൻ ഞാൻ ഹെവി റിസ്കിലാണ് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ ഏത് ബിസിനസ് എടുത്ത് നോക്കിയോളൂ, ഏത് ശൈലി എടുത്ത് നോക്കിക്കോളൂ. അല്ല, എന്ത് തുടങ്ങിയാലും ഞാൻ ഹെവി റിസ്കിലാണ് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ടേൺ ഓവർ വലുതായിരിക്കും, അതിൻ്റെ ശൈലി വലുതായിരിക്കും, അത് വേറെ ആരും ചെയ്യാത്ത രീതിയിൽ ചെയ്തതായിരിക്കാം. ഞാൻ അതിൽ ടാലൻറ്റുകളെ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പം ആ റിസ്ക് റിപ്പോർട്ടർ ടി വിയിൽ എടുത്തു എന്ന് കൂട്ടിയാൽ മതി. അത് പൊളിഞ്ഞാൽ വലിയ ലോസ് ഉണ്ടാവും, വിജയിച്ചാൽ വലിയ ഗുണമുണ്ടാവും. അത് അത്ര അതിനെ കണ്ടാൽ മതി, റിപ്പോർട്ടർ ടി വിനെ അത്ര കണ്ടാൽ മതി. ശരിക്കും എന്ത് കോഴ്സാണ് പഠിച്ചത്? അതായത് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇങ്ങനെ പരാജയം അല്ലെ റിസ്ക് എടുക്കുക എന്നുള്ളത്? പൊതുവേ നമ്മൾ ആ റിസ്ക് എടുക്കുന്നത് കുറച്ചുകൂടി നമ്മൾ ആ സിലബസ് ഏത് സിലബസാണ്? അല്ല, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു, ബിസിനസ്സിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന അനുഭവ പരിചയമാവാം ബിസിനസ് വിജയിക്കുക. അത് ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് കിട്ടുന്നതേ അല്ല. ഞാൻ പറയുന്നത് ഒരു 100% സ്റ്റാർട്ടപ്പ് തന്നെയാണ് അതിന്റെ യൂണിവേഴ്സിറ്റി. 100% 100% സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്താലും 10% സ്റ്റാർട്ടപ്പേ വിജയിക്കുള്ളൂ എന്ന് പറയും. ബാക്കി 90 പൂട്ടി പോകാനാണ് പതിവ്. അവനൊരു 3 സ്റ്റാർട്ടപ്പ് തുടങ്ങി പൂട്ടിയിട്ട് 4ാമത്തെ തുടങ്ങിയാൽ വിജയിച്ചിട്ടുണ്ടാവും. അത് ആ വിജയിക്കുന്ന സ്റ്റാർട്ടപ്പാണ് ഈ 10% വരുന്ന സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ലൈഫിൽ കിട്ടിയ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുത്ത, നമ്മുടെ പാടത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ്. അല്ലാതെ ഒരു റിപ്പോർട്ടർ ടി വിയിൽ പല ആൾക്കാരും പല സ്ഥാപനത്തിലേക്ക് മാറുന്ന സമയത്ത് ഇന്ന് വീഴും എന്ന് പറയും. അന്ന് ഞാൻ റിപ്പോർട്ടർ ടി വി തുടങ്ങി കേൾക്കുന്നതാണ് ഇന്ന് വീഴും എന്ന് പറഞ്ഞാൽ ഒരിക്കലും വേണ്ടില്ല. ഒരു പോയിന്റ് കൂടിയിട്ടില്ല. ഒരു പോയിന്റ് കൂടുതൽ റേറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ പറച്ചിലിൻ്റെ ആഴ്ചയിൽ നോക്കുമ്പോൾ 2 പോയിന്റ് റിപ്പോർട്ടർ ടി വി കൂടിയിട്ടുണ്ടാവുക. ഈ ജേർണലിസം പഠിച്ച ആളാണ് പൊതുവെ അതിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ. അല്ലാത്ത ആളുകളുമുണ്ട്, എത്രയോ ആളുകൾ കേരളത്തിൽ. ശരിക്കും എന്താ പഠിച്ചത്? അല്ല, ഞാൻ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഞാൻ ഞാൻ വളരെ ചെറുപ്പകാലം തുടങ്ങിയിട്ടും എന്താ ചെയ്തിട്ടുള്ളത്, ജേർണലിസം 4 പത്രം വായിക്കും മിനിമം. നമുക്ക് അതൊരു നമ്മുടെ മനസ്സിലുള്ളതാണ്. ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ ജേർണലിസം പഠിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, പഠിച്ചിട്ടില്ല. പല കേരളത്തിലെ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖരായ പത്രപ്രവർത്തകർ ഒന്നും ജേർണലിസം പഠിച്ചിട്ടില്ല. ജേർണലിസ്റ്റ് പഠിക്കുന്നതാണ് ജേർണലിസ്റ്റിന്റെ പ്രധാനപ്പെട്ട സംവിധാനം. 15 വർഷം എഡിറ്റോറിയൽ എഴുതുന്ന ആൾ ജേർണലിസം പഠിച്ചിട്ടില്ല. അപ്പം ജേർണലിസം പഠിച്ചവർക്ക് വേറൊരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ അത് വേറൊരു ലൈനിലേക്ക് പോയി കളയും. ജേർണലിസം പഠിക്കാത്തവരാണ് കൂടുതൽ പെർഫോം ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ കൂടെ എന്നെ കൂട്ടിയാണ്. അത് ഒപ്പം തന്നെ ഈ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ ജേർണലിസ്റ്റുകൾക്കകത്ത്, അതായത് ഇപ്പോൾ മുതലാളിക്കൊരു അഭിപ്രായം ഉണ്ടാകാം, വിയോജിപ്പുകളുടെ ഒരുപാട് ആളുകളുണ്ടാകും. ഈ വിയോജിപ്പുകളെ എങ്ങനെയാണ് സമാഹരിച്ച് അതൊരു പൊതുയുക്തിയിലെത്തിക്കാനുള്ള എങ്ങനെയാണെന്ന് അത് ചെയ്യുക? അല്ലെങ്കിൽ ആ വിയോജിപ്പിനെ അങ്ങനെ തന്നെ ജനാധിപത്യപരമായി സ്വീകരിക്കുമോ? വാർത്താമുറിക്കകത്ത് അത് പാടില്ല എന്ന ഒരു ഏകാധിപതിയുടെ നിലപാട് ആൻഡ്രോ എടുക്കുമോ? നിങ്ങൾ റിപ്പോർട്ടിൽ 750 സ്റ്റാഫിനെയും വിളിച്ചു ചോദിക്കുക,
റിപ്പോർട്ടറിൽ നിന്ന് പുറത്തു പോയവരെ വിളിച്ചു ചോദിക്കുക റിപ്പോർട്ടർ ടി വിയുടെ ശൈലി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടറുടെ ശൈലി എന്ന് പറഞ്ഞാൽ ആരും വന്ന് ഇടപെടില്ല എന്നുള്ളതാണ്. ഒരാൾ വന്നിട്ട് അയ്യോ അത് വേണ്ട വേണം എന്നൊന്നും പറയാറില്ല. അവരെ ശൈലിയിൽ പോവാ, പക്ഷെ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും, നിങ്ങൾ അത് ചെയ്തത് തെറ്റാണ്, ഇത് ചെയ്തത് തെറ്റാണ് എന്നുള്ളത് പറയും. അതിന് എഡിറ്റോറിയൽ ബോർഡുണ്ട്, ഗംഭീര എഡിറ്റോറിയൽ ബോർഡാണ്. അപ്പം അത് ഞാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരിരുന്ന എഡിറ്റോറിയൽ ബോർഡാണ്. ഞാൻ റിപ്പോർട്ടർ ടി വിൻ്റെ തുടക്കകാലത്ത് ഞാനിരുന്ന പോസ്റ്റിൽ നികേഷ് കുമാറുണ്ട്, കേരളത്തിലെ ഏറ്റവും ഇത് വിഷ്വൽ മീഡിയയിൽ നമ്പർ 1 ആയ ആളാണ്. ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, അരുൺ കുമാറുണ്ട്, സ്മൃതി പരുത്തിക്കാടുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ എന്താണ് കേരളത്തിലെ ഏറ്റവും നല്ല എഡിറ്റോറിയൽ ബോർഡിൻ്റെ കൂടെ ഇരുന്ന് തുടങ്ങിയതാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എനിക്കുണ്ട്. ഒരിക്കൽ തനിക്കെതിരെ പറഞ്ഞ ആളുകളെയാണ് തൊട്ടടുത്തിരുത്തിയിട്ട് അരുൺകുമാറിനെ പോലുള്ള ആളുകൾ ഒരുപക്ഷെ താങ്കൾക്കെതിരെ വാർത്ത വായിച്ച ഒരാളാണ്. വാർത്ത കാരണം അത് എനിക്കെന്താ അതിൻ്റെ എക്സെപ്ഷൻ എന്താ? അയ്യോ എനിക്കെതിരെ വാർത്ത വരാൻ പാടില്ല എന്നുള്ളൊരു സംവിധാനം ഉണ്ടോ? ഞാൻ പറയുന്നത് നമ്മൾക്ക് എൻ്റെ പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്തം എൻ്റെയാണ്. ബാക്കിയുള്ള 99% ആൾക്കാരും പറയുക എന്താണ്, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാനാണ് തെളിയിക്കേണ്ടത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. കോടതിയിൽ പോയിട്ട് കോടതിൻ്റെ മുന്നിൽ മുഴുവൻ കേസ് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ട് കോടതിൻ്റെ സർക്കാർ അഭിഭാഷകൻ വന്നിട്ട് എന്താ പറയുക, ഇന്ന കുറ്റങ്ങളെല്ലാം ഇന്നയാൾ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയുക. പ്രതിയാണ് വന്നിട്ട് പറയുക ഞാനിത് ചെയ്തിട്ടില്ല, അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെയാണ്. അപ്പം എന്നെ കുറിച്ചിട്ട് വാർത്ത ചെയ്തു എന്നുള്ളതൊരു മാനദണ്ഡമല്ല. ഈ ഒരു ഒറ്റയാളിൻ്റെ നിലപാട് പോലും പ്രധാനമാണ് എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം ശബരിമലയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോടതി വിധി വന്ന സമയത്ത് സുപ്രീം കോടതി വിധിയാണ് എല്ലാ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചുള്ള. രാഹുൽ ഗാന്ധി മുതൽ എല്ലാവരും അന്ന് പോസിറ്റീവായി പറഞ്ഞ അഭിപ്രായം പിന്നീട് ഇലക്ഷൻ അനുസരിച്ച് അത് മാറുകയും, പക്ഷേ മാധ്യമങ്ങളെല്ലാം ആ കാര്യത്തിൽ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുകയായിരുന്നു. ആ കാര്യത്തിൽ റിപ്പോർട്ടറിൻ്റെ നിലപാടെന്താ? അല്ല, എൻ്റെ നിലപാടെന്ന് പറയുന്നത് ശബരിമലയിൽ പിന്നെ വിജയമല്ലിയ സ്വർണം പൂശിയ സ്വർണ്ണമാണല്ലോ നഷ്ടപ്പെട്ടത്. അതെ, ക്ലാരിറ്റിയോടുകൂടി പറയാം. അത് SBIയിൽ നിന്ന് കോടികൾ എടുത്ത് പുറത്തേക്ക് പോയ ആളാണ്. അത് വിജയമല്ലിയ പൂശി കൊടുത്ത സ്വർണ്ണമാണ്. അത് 2019 ശേഷം പോയ സ്വർണം മാത്രം അന്വേഷിച്ചാൽ മതി എന്നുള്ള അഭിപ്രായം ഉണ്ടോ? ഇല്ല. തീർച്ചയായും മുൻകാലപൂർവ്വ 2019 ശേഷമുള്ള സ്വർണം മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? അത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. 2015 പിന്നെ 14 UDF ആണ് കേരളം ഭരിക്കുന്നത്. ആ കാലത്തെ സ്വർണം അന്വേഷിക്കേണ്ട എന്ന് പറയുന്ന ഏത് ലോജിക്കാ? അത് പറഞ്ഞാൽ നമ്മളാ വാർത്ത കൊടുത്താൽ അപ്പം പറയും സർക്കാരിനെ സഹായിക്കാൻ വന്നതാണ് എന്നുള്ളത്. അങ്ങനെയല്ല. നമ്മുടെ നിലപാടെന്താ? വിജയമല്ലിയ അവിടെ ശബരിമലയിൽ പൂശിയ സ്വർണം അല്ലെങ്കിൽ വിശ്വാസികളുടെ സ്വർണം എന്ന് കട്ടുകൊണ്ട് പോയാലും, അത് ആരൊക്കെ കട്ടുകൊണ്ട് പോയാലും അതിൻ്റെയൊക്കെ ഉത്തരവാദി എന്ന് പറയുന്നത് ആ കട്ടുകൊണ്ട് പോയവരാണ്. അത് ഇന്ന സർക്കാരിൻ്റെ ആള് ഇന്ന സർക്കാരിൻ്റെ അല്ല എന്നുള്ളത്. ഞാൻ ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് ബ്രേക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ടി വിയാണ്. എന്നാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്തിരുന്നൂടെ? അടൂർ പ്രകാശിൻ്റെ പേര് ബ്രേക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ടി വിയാണ്. സോണിയാഗാന്ധിൻ്റെ ഫോട്ടോ ബ്രേക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ടി വിയാണ്. അപ്പം ഈ സർക്കാരിൻ്റെ ഭാഗത്തുള്ളവരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് മറ്റവരെ മാത്രം ബ്രേക്ക് ചെയ്താൽ പോരെ? അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. എന്നാണോ സ്വർണ്ണം? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു റിപ്പോർട്ടർ നമ്മളോട് വന്നിട്ട് പറയും, സാറേ എൻ്റെ കയ്യിൽ 2019 വിഷ്വലും വാർത്തയും കിട്ടിയിട്ടുണ്ട്. അതാരറിയാം? അത് സർക്കാരിൻ്റെ എതിരായിട്ടാണ്. ആ വാർത്ത ബ്രേക്ക് ചെയ്ത് പോയി. അടുത്ത ജേർണലിസ്റ്റ് കൊണ്ടുവന്നത് 2015 അപ്പോൾ നമ്മളെന്താ പറയേണ്ടത്? ഇപ്പോഴത്തെ പ്രതിപക്ഷ മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ അത് തൽക്കാലം അവിടെ വെക്ക്, നീ ഞാൻ 2019 ഞങ്ങൾ പോട്ടെ, എന്നിട്ട് 2015 കൊടുക്കാന്നുള്ളതല്ല. റിപ്പോർട്ടർ ടി വിയിൽ അങ്ങനെയല്ല. 2015 ഒന്നും കൊടുക്കും, 19 ഒന്നും കൊടുക്കും. ഇനി ശബരിമല ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ സ്ത്രീ പ്രവേശനത്തിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ശരിക്കും ഇക്കാലത്ത് എടുക്കേണ്ട നിലപാട് എന്താ? അല്ല, ഞാൻ പറയുന്നത് എന്താണ്, പി രാജീവ് പറഞ്ഞൊരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത്. ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറ്റം വരികയും വേണം, വിശ്വാസത്തെ സംരക്ഷിക്കുകയും വേണം. ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തണം, വിശ്വാസം സംരക്ഷിക്കുകയും വേണം. അതിന് ഏറ്റവും ഉത്തമമായ സംവിധാനം എന്താ? നമ്മൾക്ക് ചാനൽ പിന്നെ എന്താണ് സുപ്രീം കോടതി പറയുന്നത് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം നാളെ രാവിലെ സുപ്രീം കോടതി പറയുകയാണ് റിപ്പോർട്ടർ ടി വി നടത്തണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സുപ്രീം കോടതി അവിടെ ഇരിക്കും, ഞാൻ റിപ്പോർട്ടർ ടി വി നടത്തു പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. സുപ്രീം കോടതി വിധി അന്തിമമാണ്. അത് സർക്കാരിനോട് പറയുക, നടത്താൻ പറഞ്ഞാൽ നടത്തുക, നടത്തണ്ട എന്ന് പറഞ്ഞാൽ നടത്താതിരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. അപ്പം നോർമലി എന്താ പറയുന്നത് അറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ശബരിമലയെക്കുറിച്ച് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എവിടെയായിരിക്കുന്നത്?
അപ്പോൾ സുപ്രീം കോടതിന് ശരിക്കും മാധ്യമങ്ങളുടെ ലോകത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഇലക്ഷൻ കാലത്ത് ശരിക്കും സർക്കാരിൻ്റെ പോളിസികൾ, പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത്? ഇതുപോലത്തെ വിശ്വാസത്തെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയാണ് അതിനെയൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കാണുന്നത്? അതാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ പ്രതിപക്ഷമാണ് അത് ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ 6-7 മാസമായിട്ട് ഈ വിശ്വാസമല്ലാതെ എന്തെങ്കിലും ഒന്ന് ചർച്ച ചെയ്തോ കേരളത്തിൽ എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞ 6-7 മാസമായിട്ട്? ഇലക്ഷനോട് അടുത്ത് നിൽക്കുകയാണ്. ഇലക്ഷനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് ശബരിമലയും ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അത് മാധ്യമങ്ങൾ കൊണ്ടുവന്നുള്ള അവസ്ഥ എന്താ? മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ട് വികസനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ പ്രതിപക്ഷമില്ലാന്ന് ഇവിടെ. നമ്മളൊരു വാർത്ത ബ്രേക്ക് ചെയ്ത് വെച്ചോ, സാധാരണ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഒരു വാർത്ത ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് പ്രതിപക്ഷത്തിൻ്റെ ബൈറ്റ് എടുക്കും. പ്രതിപക്ഷത്തിൻ്റെ ബൈറ്റ് എടുക്കുമ്പോൾ ഈ വാർത്തയ്ക്ക് അനുകൂലമായ ഒരു ബൈറ്റ് അവിടെ നിന്ന് വരില്ലേ? വാർത്ത അത് സർക്കാർ ചെയ്ത് ശരിയല്ല. പക്ഷെ ഇപ്പം അത് പറയില്ല. ചോദിച്ചാൽ ആലോചിക്കട്ടെ, നമ്മൾ അത് ഇപ്പം പറയാനായിട്ടില്ല, അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ ഞങ്ങൾ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവായി പോവുക. അച്യുതാനന്ദൻ്റെ കാലത്ത് നിങ്ങൾ ഇതുപോലെ ഒരു വാർത്ത ബ്രേക്ക് ചെയ്ത് അച്യുതാനന്ദനോട് പോയി ബൈറ്റ് ചോദിച്ചു നോക്കിക്കേ, ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള മറുപടി ഉണ്ടാവും. ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ ആരാ അങ്ങനെ ക്ലാരിറ്റി? അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ, KR ഗൗരിയമ്മ പറഞ്ഞതുപോലെ, EMS പറഞ്ഞതുപോലെ, ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ ഒക്കെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് മറുപടി പറയുന്ന പ്രതിപക്ഷ നേതാവുണ്ടോ? കേരള പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടോ? ഉമ്മൻചാണ്ടിയോട് പോയി ഒരു ക്ലാരിറ്റിയോട് കൂടി ചോദിച്ചു, ഒരു വാർത്ത ഒരു മാധ്യമം ബ്രേക്ക് ചെയ്ത പ്രതികരണം ചെന്ന് ചോദിക്കുക ഭരണപക്ഷത്തോടല്ലല്ലോ, പ്രതിപക്ഷ പാർട്ടികളോടാണ് ചോദിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ മറുപടി പറയുന്ന അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചതുപോലെ അതിന് അനുകൂലമായി നിന്ന പ്രതിപക്ഷ പാർട്ടികളുണ്ടോ? ഇന്ന് പ്രതിപക്ഷ പാർട്ടികളില്ല. ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ നേതാക്കന്മാരൊക്കെ എന്താ ചെയ്യാന്നറിയോ? നേരത്തെ റിപ്പോർട്ടർ TV അതിൽ വാർത്ത ചെയ്തിട്ടുണ്ടാവും. അത് കാണുമ്പോൾ നീ മാറിയുന്നേ, ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നത്തെ വാർത്തയും ഇരിങ്ങാത്ത വാർത്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷം എന്നുള്ളത് പ്രതിപക്ഷ സ്വഭാവമായിരിക്കണം മാധ്യമങ്ങൾക്ക്. ഇപ്പോൾ പ്രതിപക്ഷ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വരങ്ങളൊക്കെ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ഒരു അപകടം പോലെ കഴിഞ്ഞ ദിവസമൊക്കെ ചില കമൻറ്റുകളൊക്കെ കണ്ടു ചാനലുകളിൽ. എന്താണ് അതിനെക്കുറിച്ച് തോന്നിയത്? ഒരുപാട് ചാനലുകൾ കേരളത്തിലുണ്ട്. പക്ഷേ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ജേർണലിസ്റ്റുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റിപ്പോർട്ടറെ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുകയും അപ്പോൾ തങ്ങളുടെ ഒരു ജേർണലിസ്റ്റുകൾ വാർത്തയെടുക്കാൻ പോകുന്നു, അപ്പോൾ അത് വേറെ തരത്തിൽ നെഗറ്റീവായി അല്ലെങ്കിൽ അവിടെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ആ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലൊരു പ്രധാനപ്പെട്ട മന്ത്രി റിപ്പോർട്ടർ TV കുറിച്ച് പറഞ്ഞത്, റിപ്പോർട്ടർ TV കാണുന്ന സമയത്ത് VPയുടെ ഗുളിക എടുത്ത് കയ്യിൽ വെക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റിപ്പോർട്ടർ TV കാണാൻ ഈ VPൻ്റെ ഗുളിക എന്തിനാ എടുത്ത് കയ്യിൽ വെക്കുന്നത്? തെറ്റ് ചെയ്യാത്ത ഒരാൾ VPൻ്റെ ഗുളിക കൈ വെക്കേണ്ട കാര്യമുണ്ടോ? ആർക്കെതിരെയോ വാർത്ത കൊടുക്കുന്നു എന്ന് ചിന്തിച്ചാൽ പോരെ? റിപ്പോർട്ടർ TV കുളിക്കുമ്പോൾ VPയുടെ ഗുളിക കയ്യിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. അത്രേ പ്രശ്നമുള്ളൂ. കാരണം തെറ്റ് ചെയ്യാത്തവന് VPൻ്റെ ഗുളിക വേണ്ട, ഒരു പ്രശ്നമില്ല. തെറ്റ് ചെയ്ത ആൾക്ക് മാത്രമേ VPയുടെ ഗുളിക ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് അറ്റാക്ക് കൂടും. ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടർ TVനെ അറ്റാക്ക് ചെയ്തത് യൂത്ത് കോൺഗ്രസ് ആയിരുന്നു ഒരു സമയത്ത്. കുറച്ച് യൂത്ത് ബേസ്ഡ് ആൾക്കാരാണ്. അപ്പം അതിന് കാരണം എന്താ അറിയോ? നേരത്തെ കയറി അറ്റാക്ക് ചെയ്യാണ്. എന്താണ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത വരും എന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം റിപ്പോർട്ടർ TV അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു. മനസ്സിലായി? അതിൻ്റെ ക്രെഡിബിലിറ്റി പോയാൽ പിന്നെ എൻ്റെ അടുത്തേക്ക് വരാനില്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയും പൂട്ടി കെട്ടിയാൽ നല്ലതായിരിക്കും എന്ന് പറയും. ഇപ്പോൾ പ്രധാനപ്പെട്ട കേരളത്തിലൊരു MP പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റിപ്പോർട്ടർ TV പൂട്ടിക്കുന്നതിന്. എന്തിനാണ് പൂട്ടിക്കുന്നതെന്നറിയോ? ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടർ TV ആയിരിക്കും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിനെ പേടിക്കണം, ഈ ചാനലിനെ പേടിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. ഇനി അങ്ങനെയാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും അങ്ങനെ വെറുതെ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സമയത്തെ മാധ്യമ പ്രവർത്തനം എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും. അന്ന് പ്രതിപക്ഷം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് പ്രതിപക്ഷത്ത് ഏത് പാർട്ടിയാണ് ഇരിക്കുന്നത് അവരെയും കുറ്റം, അവരെയും എക്സ്പോസ് ചെയ്യും. എപ്പോഴും ഒരു പ്രതിപക്ഷത്തെ എക്സ്പോസ് ചെയ്യും, ഭരണപക്ഷത്തെ എക്സ്പോസ് ചെയ്യും. ഇതിനകത്ത് ആൻഡോയുടെ പേര് പിന്നീട് ഭയങ്കരമായി കേരളത്തിൽ ട്രോൾ ചെയ്യപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. മലയാളിയുടെ ഒരു വികാരമായിരുന്നു മെസ്സിയെ കൊണ്ടുവരുന്ന ഒരാൾ എന്നുള്ളത്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. അവസാനം നമ്മുടെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ആ വിവാദങ്ങളിലേക്കൊന്നുമല്ല ഞാൻ വരുന്നത്. ആ 100 കോടി അല്ലേ, 100 കോടിയാണോ? കൂടുതലുണ്ട്. ഓക്കെ, അത് പോയോ? അല്ല, ഞാൻ പോയോ എന്ന് പറയാനായിട്ടില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ എടുത്ത ബിസിനസ്സിൻ്റെ റിസ്കുകളെല്ലാം ആരും എടുക്കാത്ത റിസ്ക്കാണ്.
കിട്ടിയിരുന്നെങ്കിൽ, അത് നടന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇവന്റ് നടത്തിയത് ആൻഡോ ആയിരുന്നേനെ, അല്ലെ റിപ്പോർട്ടർ TV ആയിരുന്നേനെ. അത് നഷ്ടപ്പെട്ടു. അതിൻ്റെ ഞാൻ പറയാം, ഉയരം കൂടുന്നവരും വീഴ്ചയുടെ ആഘാതം കൂടുന്ന പോലെയാണ്. നമ്മളെ ആ സമയത്ത് ജനങ്ങൾ മെസ്സിനെ കൊണ്ടുവരുന്ന ആളായി കണ്ടു. അവിടുന്ന് വീണാൽ അത്രയും മേലെയും താഴെ വീഴും. വീണില്ലെങ്കിൽ ആ ഹൈറ്റിൽ നിൽക്കാൻ പറ്റും. അത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പം അങ്ങനെ റിസ്ക് എടുക്കാൻ ആൾക്കാർ തയ്യാറായിട്ടുണ്ടാവില്ല. കാരണം ഈ ദോഷം എന്ന് പറയാൻ എന്താണ്, അതിൻ്റെ കൂടെ പണവും പോവും പേരും പോവും, രണ്ടും പോകുമല്ലോ. അപ്പം കിട്ടിയിരുന്നെങ്കിലോ പണവും കിട്ടും പേരും കിട്ടും. അത് റിസ്ക് എടുത്തു മാത്രമേ ഉള്ളൂ. പക്ഷെ മെസ്സി കേരളത്തിൽ കളിക്കുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കളിച്ചില്ല. ആരാ ശരിക്കും കളിച്ചത്? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഗവൺമെൻറ് പ്രൊജക്റ്റ് അല്ലേ. ഞാൻ വരുന്നത് ഗവൺമെൻറ് പ്രൊജക്റ്റ് അവരുമായിട്ട് ഡീൽ ചെയ്തതിന് ശേഷം ഒരു സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റും അർജന്റീനയായിട്ട് സംസാരിച്ച് ധാരണയായ എഗ്രിമെൻ്റ് ഭാഗമാകുകയാണ് ഞാൻ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്തുള്ളതിനേക്കാളും കൂടുതൽ റോൾ ഗവൺമെൻറ് ഉണ്ടാവുമല്ലോ. പക്ഷേ അവർ എന്താണ് പറയുക, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ പറ്റിക്കുന്ന കുറേ രാജ്യങ്ങളിലൊന്നായിട്ട് നമ്മളെ കണ്ടാൽ മതി. പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല പൈസയൊന്നും നഷ്ടപ്പെടുന്നു, ഞാൻ വിചാരിക്കുന്നില്ല. നോക്കാം, അതിൻ്റെ ആ സ്റ്റേജ് എത്തിയിട്ടില്ല. നമുക്ക് കുറച്ചാളും കൂടെ കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ എന്താണ് എന്നുള്ളത്. വയനാട്ടിൽ നിന്ന് ഒരു കൃഷിയും മറ്റു കാര്യങ്ങളിലൂടെ ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആൻഡോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ ചാനലിൽ കാണുകയും ചെയ്യാം. മറ്റ് ബിസിനസ്സൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുക എങ്ങനെയാണത്? ഞാൻ കൂടുതൽ 4 ദിവസമാണ് റിപ്പോർട്ടർ TV ശരിക്കും ഞായറാഴ്ചകളിൽ ഉണ്ടാവാറില്ല. ഈ ഇലക്ഷനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വയനാട്ടിലാണ് സാധാരണ പോകാറ്. പിന്നെ ശനിയാഴ്ച വൈകുന്നേരം പോകും. പണ്ട് ശനി ഞായറും പോകുമായിരുന്നു. ഇപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം മാത്രമായിട്ടുണ്ട്. ബാക്കി 2 ദിവസം മറ്റുള്ള ബിസിനസ്സുകൾ മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ പുറത്തുണ്ടായിരുന്ന ബിസിനസ് എല്ലാം ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റി. ഞാൻ പറയുന്നത് ഇതിപ്പം നമ്മൾ ചെയ്യാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുമ്പോൾ. ഇത് നമുക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം സത്യം പറഞ്ഞാൽ ഉണ്ട്. അത് നമ്മൾ മറ്റുള്ള ബിസിനസ്സിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബാധിക്കാനും സാധ്യതയുണ്ട്. കാരണം നമ്മൾ കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്യപ്പെടേണ്ടി വരുന്നു, കോമ്പറ്റീഷൻസ് കൂടുന്നു, ആൾക്കാർ വരുന്നു. അപ്പം ആ സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടേണ്ടി വരാം. പക്ഷെ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ, കാരണം എനിക്ക് എൻ്റെതായ ശൈലി ഉണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ പൊതുവേ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കാറില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ സംസാരിക്കാറില്ല. പക്ഷേ താങ്കളൊരു ബിസിനസ്സുകാരനും മാധ്യമപ്രവർത്തകനും, പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് ഒരു പ്രതിപക്ഷമായി നിൽക്കാൻ പാകത്തിലുള്ള ഒരു ധൈര്യം, ഇങ്ങനെ കേസുകൾ ഒരുപാടുണ്ട്, മറ്റ് മാധ്യമങ്ങളൊക്കെ എതിരാണ് എന്ന് താങ്കൾ പറയുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു ധൈര്യം കിട്ടുന്നത്? ആ ബിസിനസ്സിൽ നിന്നുള്ള തന്ത്രം അത് അങ്ങനെയുണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണ് ആ ഒരു അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ? ആദ്യം നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ വെളുപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണോ റിപ്പോർട്ടർ TV എന്നുള്ളതല്ലേ. എന്നെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള പണിയാണത്. നമ്പർ 1 ആയ കേരളത്തിലൊരു ചാനൽ വെച്ചിട്ട് പ്രതിപക്ഷത്തെ സൂചിപ്പിച്ച് സർക്കാരിനെ സൂചിപ്പിച്ച് അത്യാവശ്യം ആൾക്കാരെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു കൊടുത്ത് ഒരു 10-25 MP-മാരും 10-20 മന്ത്രിമാരും 10 MLA വളരെ ഈസി ആയിട്ട് കാര്യമാണ്. അത് വെച്ചിട്ട് കേസൊക്കെ ഒഴിവാക്കി ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അതാണോ ചെയ്യുന്നത് കേരളത്തിൽ നമ്മളോട് ഞാൻ പല ആൾക്കാരോട് സംസാരിക്കാറില്ല. എനിക്ക് പിന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുമായിട്ട് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കാറില്ല. സംസാരിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്നെ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഞാനായിട്ട് തന്നെ ഒഴിവായി നിൽക്കാറാണ് പതിവ്. കാരണം നാളെ രാവിലെ ഇവർക്കെതിരെ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടോ ഇവരുടെ മുഖം നമ്മുടെ മുന്നിലേക്ക് വരും എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഏറ്റവും എളുപ്പമുള്ള പണി എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ സൂചിപ്പിച്ചു കൊണ്ടുപോകലാണ്. ഇത് രണ്ടും നമ്മുടെ ആൾക്കാർ തന്നെ പറയും, ഇവരെന്തോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും, ഇവന് ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇവരെ മുഴുവൻ വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും പറയും. ഇതൊരു വേറെ ശൈലിയാണ്, എല്ലാവരും ശീലിച്ച ശൈലിയല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ എന്നാൽ മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റൊക്കെ ശീലിച്ച ഒരു ശൈലിയുണ്ട്. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേടിയില്ലാത്ത. കേരളത്തിൽ ഏത് മാധ്യമം വന്നാലും റിപ്പോർട്ടറിൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാവും. ഇപ്പോൾ ഉള്ള മാധ്യമവും ഇന്നത്തെ കാലത്ത്, കാരണം ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യനും ഓരോ മാധ്യമ പ്രവർത്തനമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം 10-25 ലക്ഷം ലൈക്കുള്ള പേജുകളാണ് ഓരോരുത്തരും കയ്യിലുള്ളിരിക്കുന്നത്. റിപ്പോർട്ടർ TVയിലേക്കാളും ലൈക്കുള്ള പേജ് സാധാരണ ഒരാളുടെ കയ്യിലുണ്ടാവാം. അപ്പോൾ അവരൊക്കെ മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. അപ്പം എങ്കിൽ കൂടിയും റിപ്പോർട്ടർ TVക്കായ സ്പേസ് ഉണ്ട്. അത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത സ്പേസാണ്. അതൊരു ദിവസം രാവിലെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കാനേ പോകുന്നില്ല. റിപ്പോർട്ടർ TV കാഴ്ചക്കാരുണ്ട്, 10-80 ലക്ഷം വീട്ടിൽ ഈ സാധനം എത്തുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്നൊരു വലിയ ബെനിഫിറ്റ്. ആളുകൾ നിങ്ങൾ ഈ സാങ്കേതിക പ്രവർത്തനം അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ ആ നിലയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ വന്നു, മറ്റെല്ലാ ഇപ്പോൾ പത്രങ്ങൾ വന്നപ്പോഴാണ് ടെലിവിഷൻ വരുന്നത്. ഓരോന്നിനെ പുറത്താക്കി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. പക്ഷെ അപ്പോഴും ടെലിവിഷൻ കാണുന്ന ആളുകൾ ഇപ്പോൾ പല വീടുകളിലും ടെലിവിഷൻ തുറക്കാറ് പോലുമില്ല, അല്ലെ? പലരും അത് കാണാറില്ല എന്ന് പറയുന്നു. അങ്ങനെ പല നിലയിൽ പറയാറുണ്ട്. പക്ഷേ
ടെലിവിഷനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ടെലിവിഷൻ ഇവിടെ ഈ നിലയിൽ തന്നെ നിൽക്കുമെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു ഞാൻ ഇംഗ്ലീഷ് ചാനലിലേക്കും കൂടി മാറുകയാണെന്ന്, അങ്ങനെ ഒരു ഉപഭോക്താക്കൾ ടെലിവിഷൻ്റെതായിട്ട് ഇവിടെ ബാക്കിയുണ്ട് എന്ന് തന്നെയാണോ? അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയും ഇതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാം തലമുറയെ എന്നുകൂടി കരുതുന്നുണ്ടോ? ഇപ്പം നമുക്ക് അമേരിക്കയിലൊരു പ്രശ്നം ഉണ്ടായി. നമ്മൾ സോഷ്യൽ മീഡിയ ആണ് പോയി നോക്കുക. നമ്മൾ BBC-യോ അൽ ജസീറയോ ഒക്കെ പോയി നോക്കും. കേരളത്തിൽ ഈ പ്രശ്നം ഉണ്ടായി. നമ്മൾ പോയി നോക്കാൻ പോകുന്നത് എന്താ? നമ്മൾ നോക്കാൻ പോകുന്നത് ഒരിക്കലും പിന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ആണോ നോക്കുക? റിപ്പോർട്ടർ TV ഒന്ന് നോക്കും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഒന്ന് നോക്കും എന്നുള്ളതാണ്. അത് ഏറ്റവും വൃത്തിയായി ചെയ്യുന്നത് ആരാണ്? ജനങ്ങൾക്കറിയാന്നേ. ഒരു ഇവൻ്റ് ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു തീപിടുത്തം ഉണ്ടായാൽ, ഒരു അടി ഉണ്ടായാൽ, ഒരു സമരം ഉണ്ടായാൽ, അത് ഏത് ചാനലിൽ പോയാലാണ് വൃത്തിയായി കാണാൻ കഴിയുക എന്നുള്ളത് അറിയാവുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് മുഴുവൻ. അപ്പോൾ അവരത് വൃത്തിയായിട്ട് അതിനെ കൈകാര്യം ചെയ്യും, അത് നോക്കുകയും ചെയ്യും, അത് അതേ രീതിയിൽ നടപ്പിലാക്കും. അപ്പം ഇന്നത്തെ കാലത്ത് എന്നുള്ളതല്ല, ഞാൻ കേൾക്കാൻ തുടങ്ങിയത് ഞാനൊരു 10 വയസ്സ് 15 വയസ്സുള്ള കാലം തുടങ്ങി ഏത് പത്രത്തിൻ്റെ കാലം അവസാനിച്ചു. ഇപ്പം പിന്നെ 10-30 വർഷമായി കേൾക്കുന്നതാണ് പത്രം തീർന്നു. പത്രം തീർന്നോ? അത് തീരാൻ സമയമെടുക്കും. ഞാൻ പറയുന്നത് ഒരു ദിവസം, ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫിൽ പോലും ചിലപ്പോൾ TV തീർന്നു വരില്ല. അടുത്ത കാലങ്ങളിലേക്കെല്ലാം മാറ്റം വന്നേക്കാം. ഇതെവിടെ ക്രെഡിബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എവിടെ പോയി അന്വേഷിക്കാൻ പറ്റും? ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ വിത്തിൻ സെക്കൻഡ്സിൽ 2 പാർട്ടിയുടെയും അല്ലെങ്കിൽ 2 പിന്നെ സംവിധാനത്തിൻ്റെയും വാർത്തകൾ പുറത്തേക്ക് വരും. ഇതിൻ്റെ സത്യാവസ്ഥ എവിടെ പോയി അന്വേഷിക്കാൻ പറ്റുക നമുക്ക്? അതിന് ഏതെങ്കിലും ഒരു മാധ്യമം നിർബന്ധമാണ്. സർക്കാർ എന്ന് പറയാൻ പോകുന്നില്ല, ഏതൊരു മാധ്യമം നിർബന്ധമാണ്. അത് എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ശൈലികൾ മാറാം, അത് നടത്തിക്കൊണ്ടു പോകുന്ന രൂപങ്ങൾ മാറാം. ചിലപ്പോൾ ഇന്നത്തെ മാധ്യമ ശൈലി, സിനിമ എന്ന മാധ്യമം പോലെ ടെലിവിഷൻ എന്ന മാധ്യമവും ആയുസ് ഉണ്ടാവുമെന്ന് തന്നെയാണ് 100% ആണ്. അത് നടത്തിക്കൊണ്ട് പോകാനും കൂടെ അറിയണം. ഞാൻ പറയുന്നത് ഒരു മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾ സത്യം പറഞ്ഞ ഒരു ക്രിക്കറ്റ് കമ്പനി നടത്തിക്കൊണ്ട് പോലെ IPL കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന പോലെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. മാധ്യമ സ്ഥാപനം നടത്തിക്കണം. അതിൽ 2 ടാലൻറ്റ് വേണം. ഒന്ന് മാനേജ്മെൻറ്റ് ടാലൻറ്റ് വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നോളജിയിലും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ടാലൻറ്റ് വേണം. പല സംവിധാനത്തിൻ്റെ അകത്തും പൊളിയാൻ കാരണം ഭയങ്കരമായിട്ട് മാധ്യമ പ്രവർത്തനം അറിയാൻ പറ്റും, ടെക്നോളജിയിൽ കൂടെ അറിയാൻ പറ്റും. മറ്റേ എന്ത് ചെയ്യുക, ബിസിനസ്സിനെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല, അതെങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നറിയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ബിസിനസ്സിനെ കുറിച്ച് അറിയാവുന്നതിന് മാധ്യമപ്രവർത്തനം അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ മുഴുവൻ ഈ 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തൊക്കെ കിടക്കാൻ കാരണം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ദൈവം സഹായിച്ച് ഇത് നമുക്ക് ഇവിടെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ചില ഇതൊക്കെ പറയുന്ന പറഞ്ഞാൽ 3.5 കോടി രൂപ 4 കോടി രൂപ പിന്നെ ഉണ്ടെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്ന് പറയാൻ പറ്റും. മാധ്യമ സ്ഥാപനം നടത്താൻ 10 ലക്ഷം ഉണ്ടെങ്കിലും പറ്റും. കാരണം അത് അവൻ 25 പേരെ വെച്ചിട്ടും ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടും അതിൻ്റെ അത് വരുമാനം വെച്ച് എത്ര സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. ഇവിടെ വളരെ ചെറിയ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക്. ഏത് ഇപ്പം നമ്മുടെ മുന്നിൽ പ്രധാനപ്പെട്ട ഒരു ചാനലാണ്, കേരളത്തിൽ ഏറ്റവും 1ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റ് ബീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതിൻ്റേതായ സാങ്കേതിക വിദ്യകൾ വേണം, അതിൻ്റേതായ ശൈലികൾ വേണം, അതിൻ്റേതായ വലിപ്പം വേണം. നമ്മൾ തുടങ്ങുമ്പോൾ നാളെ ഞാൻ BBC-നെ പോലെ ഒരു ചാനലാണ് ഇംഗ്ലീഷിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ റീജിയണൽ ചാനൽ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. BBC-ൻ്റെതായ വലിപ്പം വേണം, അതിൻ്റേതായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൻ്റേതായ ശൈലി വേണം. അത്രയും രീതിയിൽ അതിനെ മാറ്റാൻ കഴിയണം. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയാൽ നമ്മൾ കമ്പയർ ചെയ്യാൻ കഴിയും. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ പാകത്തിൽ എങ്ങനെയാണ് ആൻഡോ വളർന്നത്? അല്ല, അതാണ് ഞാൻ പറയുന്നത്. ആ ശൈലി ഞാൻ പറയുന്നത് അതിലേക്കാണ് ഞാൻ പറയുന്നത്. ഒരു പൈസക്കാരുണ്ടാക്കുന്നത്, ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയാം. 1988 യൂസഫ് അലി പുറത്തേക്ക് പോകുന്നത് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ് യൂസഫ് അലി. നിങ്ങൾ 1988 നിങ്ങൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയെന്ന് യൂസഫ് അലി ചോദിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. മനസ്സിലായി? എൻ്റെ വയസ്സ് 35 ഇപ്പം 36. ഈ 36 വയസ്സിനുള്ളിൽ ഞാൻ 10-15 വർഷം ബിസിനസ് ചെയ്യുന്നത്, ഒരു മനുഷ്യൻ്റെ ലൈഫ് എത്രയാണ്? ഒരു മനുഷ്യൻ്റെ പ്രൊഡക്ടിവിറ്റി ഉള്ള സമയം എത്രയാണ്? 25-30 വർഷമാണ്. ആ 35 വർഷത്തിനുള്ള ഏത് പൈസക്കാരനും കോടീശ്വരനാവുക, ഏത് പൈസക്കാരനും കോടീശ്വരനാവുകയും പൈസ ഉണ്ടാക്കുകയും നഷ്ടം വരുന്നതും ഒക്കെ അങ്ങനെയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പം യൂസഫ് അലിക്ക് ഇപ്പം 50,000 കോടി ആസ്തിയുണ്ട്, നിങ്ങൾ 88 എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് പൈസ ഉണ്ടാക്കി ചോദിക്കാൻ പറ്റുമോ? അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ്. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതാണ് ബിസിനസ്. ഞാൻ റിപ്പോർട്ടർ TV തുടങ്ങിയ കാലത്ത് കേട്ടിരുന്നത്, എൻ്റെ അല്ല ചാനൽ, ആനോൻ്റെ അടുത്ത് പൈസ ഇല്ല. നളിൻ കുമാർ കാട്ടിൽ കർണാടകൻ്റെ BJP-യുടെ പ്രസിഡന്റ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥാപനമാണത് റിപ്പോർട്ടർ TV. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് CPM-നെ തകർക്കാൻ വേണ്ടി കോൺഗ്രസിൽ നിന്ന് വലിയ ഫണ്ടിങ് ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയ സ്ഥാപനമാണിത്. ഇത് വല്ലതുമാണോ?
ഇതൊന്നുമല്ല. കാരണം മനുഷ്യനങ്ങനെയാണ്. കാരണം ഇന്നത്തെ വാർത്തയാണ് ഇന്നത്തെ ശൈലി എന്നുള്ളത്. അപ്പം പൈസയുള്ളവൻ ഇൻവെസ്റ്റ് ചെയ്യും, പൈസയുള്ളവൻ തുടങ്ങും, നല്ല രീതിയിൽ നടത്തുന്ന സമയത്ത് കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക ഇവരുടെ ശൈലി എന്താണ്, ഉത്തരവാദിത്തം എന്താണ്, ഇത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ ദോഷം ചെയ്യുന്നുണ്ടോ എന്ന് കണക്കാക്കിയാൽ മതി. വയനാട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ്, പ്രത്യേകിച്ച് കൃഷിയൊക്കെ ആയി ജീവിച്ച ഒരാൾ, അതിനിടയിൽ ബിസിനസ്സൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ കേരളം മൊത്തം വയനാട്ടിലേക്ക് കയറുകയാണ്, ഇന്ത്യ വയനാട്ടിലേക്ക് കയറുകയാണ്. വയനാട് എന്ന ആ ഭൂപടം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ആ വയനാട്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലോകം അല്ലെങ്കിൽ ഭാവിയിലെ വയനാട് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ആൻഡ്രോയ്ക്ക് വളരെ വ്യത്യസ്തമായ സങ്കല്പമുണ്ടോ? ഇന്ത്യയിൽ ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വയനാടിനെ പോലെ ഒരു സ്ഥലം വേറെ ഇല്ല എന്നുള്ളതാണ്. അത്രയും ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്, അത്രയും ഓപ്പർച്യൂണിറ്റി തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇനി വയനാട് ഡെവലപ്പ് ആവാൻ പോകുന്നതേ ഉള്ളൂ. വയനാട് ഡെവലപ്പ് ആവാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഞാൻ എന്തുകൊണ്ടാണ് എന്നോട് ചോദിച്ചില്ല, ഞാൻ ഞായറാഴ്ച വയനാട്ടിൽ പോകുന്നു, ഞാൻ ഞായറാഴ്ച കാരണം വയനാട് വിട്ടിട്ടൊരു ജീവിതം നമുക്കില്ല. കാരണം അത് വേറൊരു ലോകമാണ്. അത് അവിടെ ചെന്നാൽ കിട്ടുന്ന ഒരു എനർജിയും അവിടെ കിട്ടുന്ന അവിടുത്തെ ജനങ്ങളെ പോലെ ഒരു ജനങ്ങൾ ലോകത്തെവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത്രയും നല്ല രീതിയിൽ കേരളത്തിലെ ഏറ്റവും വൃത്തിയായി ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം വയനാടാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വളരുക, ആ രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു 10-15 വർഷം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലം, ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലം ഇപ്പം തന്നെയായി രാഹുൽ ഗാന്ധി. അത്രയും വയനാട്ടിൽ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ വയനാട് എന്ന ആ പഴയ നാട് ഇല്ലാതായി പോകും? ഒരിക്കലും ഉണ്ടാവില്ല. അതിൻ്റെതായ ശൈലി ഉണ്ടെന്നേ. നമ്മളിപ്പോൾ പറയാം, ഇപ്പം മൂന്നാർ മാറുമോ? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ പ്രകൃതി അകരെയാണ്. അവിടുത്തെ തോട്ടങ്ങൾ പല ആൾക്കാരും പറയും, പിന്നെ മൂന്നാറിൽ കർഷകർക്ക് സ്ഥലം മുഴുവൻ വീതിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല. കാരണം 5 ഏക്കർ വിധിച്ചു കൊടുത്താൽ പിന്നെ മൂന്നാറില്ല. അവിടെ നിൽക്കുന്നത് അവിടെ എസ്റ്റേറ്റ് ഉള്ളതുകൊണ്ടാണ്. ആ ഭൂമി പ്രകൃതി അങ്ങനെ ഒരാളുടെ കയ്യിലോ അല്ലെങ്കിൽ 10 ആളുടെ കയ്യിലോ നിൽക്കുന്നതുകൊണ്ടാണ് ആ ഭൂമി പ്രകൃതി അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയോ ഡിസൈൻ ചെയ്യപ്പെട്ടു എന്നുള്ളത്. അതുപോലെ തന്നെയാണ് വയനാടും. വയനാടിൻ്റെതായ ഒരു ഭൂമി പ്രകൃതി ഉണ്ട്. ഒരാൾ സ്വപ്നത്തിൽ വന്നാൽ ചിലപ്പോൾ സിറ്റി ഡെവലപ്പ് ആയേക്കാം. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകും. കാരണം അവിടുത്തെ വനവും സംവിധാനവും ഒക്കെ അങ്ങനെ തന്നെയാണ്. റിപ്പോർട്ടർ ചാനൽ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ റിപ്പോർട്ടർ ചാനലിൻ്റെ മൈക്ക് കാണുമ്പോൾ ആരൊക്കെയോ പേടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഈ റിപ്പോർട്ടർ ടി വിയിൽ അത്രയും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായ ഒരു മാധ്യമ സ്ഥാപനം കേരളത്തിൽ വേറെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. പിണറായി വിജയൻ തുടങ്ങിയിട്ട് വെള്ളാപ്പള്ളി ഗണേശൻ വരെ ഉള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ പിണറായി വിജയൻ. അദ്ദേഹം തുടങ്ങി കേരളത്തിലെ ഭരണ പ്രതിപക്ഷ സാമുദായിക നേതാക്കന്മാർ വരെ റിപ്പോർട്ടർ ടി വിയുടെ മൈക്ക് കാണുമ്പോൾ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവാം നിങ്ങൾ ഓരോരുത്തരും. പക്ഷേ അതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് അപ്പോൾ അതിനെന്തോ ഒരു സ്ഥലത്ത് പേടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പലപ്പോഴും പറയുമല്ലോ, ഇടതുപക്ഷത്തിന് അനുകൂലമായ സ്ഥാപനത്തിന് പിന്നെ പിണറായി വിജയൻ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ, വാസവൻ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ, സജി ചെറിയാൻ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ, വെള്ളാപ്പള്ളി നടേശൻ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇവരൊക്കെ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് റിപ്പോർട്ടർ ടി വിയുടെ മൈക്ക്? കാരണം അത്രയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇത്രയധികം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായ ഒരു മാധ്യമ സ്ഥാപനം റിപ്പോർട്ടർ പോലെ വേറെ ഉണ്ടാവില്ല എന്നുള്ളത്. ഒറ്റ കാര്യമുള്ളൂ, വാർത്തകളെ കൊല്ലില്ല എന്നുള്ളൊരു വിശ്വാസം കേരളത്തിലെ റിപ്പോർട്ടറിലുള്ള ജേർണലിസ്റ്റുകൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് പേടിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടുമല്ല. ഇത് അവർ മാത്രം പേടിക്കുന്നു എന്നും മാത്രമല്ല, വേറൊരു നിലയിൽ നോക്കിയാൽ റിപ്പോർട്ടറിലേക്ക് ഏറ്റവും പ്രബലരായ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ ചരിത്രത്തിലെ വലിയ മേൽവിലാസമുള്ള ആളുകളൊക്കെ പലതിലേക്ക് മാറി പോയതായിട്ട് അവരുടെ ചരിത്രം നോക്കിയാൽ അറിയാം. പക്ഷേ റിപ്പോർട്ടറിലേക്ക് ഒരാൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ആ തൊഴിൽ ചെയ്യാൻ വേണ്ടി, മാധ്യമപ്രവർത്തനം ചെയ്യാൻ വേണ്ടി റിപ്പോർട്ടറിലേക്ക് വരുമ്പോൾ ഒരധിക വിമർശനം അവരിലേക്ക് വരുന്നതായി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്? റിപ്പോർട്ടർ ടി വിക്ക് ഒരു പ്രത്യേക ബോട്ടിലാണുള്ളത്. ഏത് വെള്ളമാണോ ആ റിപ്പോർട്ടറിലെ കുപ്പിയിൽ ഒഴിക്കുന്നത്, ആ ശൈലിയിലേക്ക്, ആ കുപ്പിയുടെ ശൈലിയിലേക്ക് ആ വെള്ളം മാറും എന്നുള്ളത് പറയുന്ന പോലെയാണ് റിപ്പോർട്ടർ ടി വിൻ്റെ ഒരു ശൈലിയാണ്. നിങ്ങൾ മാതൃഭൂമിൻ്റെ ഹെഡായിരുന്ന ആളാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ഏഷ്യാനെറ്റിൻ്റെ ഡൽഹി ബ്യൂറോ അദ്ദേഹം ഇവിടെ ഒന്നും കേൾക്കാത്ത വിമർശനം റിപ്പോർട്ടർ ടി വിയിൽ കേട്ടിട്ടുണ്ടാകും. അതിന് ശേഷം അങ്ങനെ കേൾക്കുന്നത് കാണുന്നില്ലല്ലോ. അതിന് മുൻപ് പിന്നെ ഡോക്ടർ അരുൺകുമാർ കേരളത്തിൽ 2-3 സ്ഥാപനത്തിൽ 24-ലെ ഏറ്റവും പ്രധാനപ്പെട്ട റോളിലിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹം റിപ്പോർട്ടർ ടി വിയിൽ കേൾക്കുന്ന അത്രയും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? സ്മൃതി പരുത്തിക്കാട് ഏറ്റവും വലിയ പോസ്റ്റിലിരുന്നതാണ്, ഒരു മാധ്യമപ്രവർത്തകയാണ്. അപ്പം അവരങ്ങനെ കേട്ടിട്ടുണ്ടോ? കാരണം അത് റിപ്പോർട്ടർ ടി വിയുടെ ഒരു ശൈലിയും റിപ്പോർട്ടർ ടി വിയുടെ ഒരു ഭാഗം അങ്ങനെയാണ്. അപ്പം സ്വതന്ത്രമായിട്ട് മാധ്യമപ്രവർത്തകൻ ചെയ്യാൻ ഇവർക്കൊന്നും അടുത്ത കാലത്തൊന്നും പറ്റിയിട്ടില്ല. അത് പറ്റുന്നത് റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന ഒരു ബേസിലുള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അവർക്ക് എത്ര അറ്റാക്ക് കൂടുന്നുണ്ടോ അത്രയും വൃത്തിയായിട്ടാണ് റിപ്പോർട്ടർ ടി വി പോകുന്നത് എന്നുള്ളത് ഓരോ ദിവസവും അടയാളപ്പെടുത്താണ്. അതാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓരോരുത്തർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ. ഇപ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സൊക്കെ കാണുമ്പോൾ
ശരിക്കും അവർ ഹൃദയം കൊണ്ടാണോ സംസാരിക്കുന്നത്, അതോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് തോന്നി? എന്താ ശരിക്കും? ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് റിപ്പോർട്ടർ ടി വിയിലും അല്ല മീറ്റ് ദ എഡിറ്റേഴ്സ് നടത്താൻ കഴിയില്ല. ഒരിക്കലും മീറ്റ് ദ എഡിറ്റേഴ്സ് സ്ക്രിപ്റ്റഡ് ആയിട്ട് നടത്താൻ കഴിയേയില്ല. അവരെക്കുറിച്ച് അതിനെക്കുറിച്ച് നല്ല ചില കസേരകൾ നിരന്തരമായി ചില പക്ഷങ്ങളോട് മാത്രം ചേർന്ന് എന്ന് സംസാരിക്കില്ല. അങ്ങനെ ഇല്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഒരിക്കലും സ്ക്രിപ്റ്റ് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത്. ഞാൻ പറയാം ഒരാളുടെ രാഷ്ട്രീയം പറയാം എന്ന് റിപ്പോർട്ടർ ടി വി പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്ക് രാഷ്ട്രീയം പറയാം. അങ്ങനെ ക്ലാരിറ്റി ഉണ്ടാവും. അത് മാത്രമല്ല, അതാണ് നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം. ഞാൻ മനസ്സിലൊന്ന് വെക്കുകയും പുറത്ത് വേറൊരു പറയുകയും ചെയ്യുന്നത് നിഷ്പക്ഷ മാധ്യമപ്രവർത്തനമല്ല. നിഷ്പക്ഷമായ മാധ്യമം ഞാൻ ആരാണെന്ന് ജനങ്ങളെ അറിയിക്കണം, എന്നിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യണം എന്നുള്ളതാണ്. അത് എല്ലാവരും ചെയ്യുന്നുണ്ടെന്നേ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, കേരളത്തിലെ അങ്ങനെ വലിയ രീതിയിൽ ജേർണലിസ്റ്റുകൾ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ഒരാൾ പോലും പോയിട്ടില്ല. 1-2 ആൾക്കാരെ ഒഴിച്ചിട്ട് വേറെ ആരും പോയിട്ടില്ല. അത് ഓരോ കാരണങ്ങളുണ്ടാവാം. പക്ഷേ അത് പോകാത്തൊരു കാരണം എന്താ പറയുക, വൃത്തിയായി അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഇന്നത്തെ കാലത്ത് അത് ഓർക്കണേ. ഇന്നത്തെ കാലത്ത് കേന്ദ്രം BJP ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ജേർണലിസം ഇത്ര സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമാക്കി ഞങ്ങൾ കൊണ്ടു നടക്കുന്നു. ആ തൊഴിലിലേക്ക് വരുന്ന ഒരാൾക്ക് ഏറ്റവും നന്നായി കൃത്യമായ രാഷ്ട്രീയ വിശകലനങ്ങളോടെ റിപ്പോർട്ട് ചെയ്യാം, വിശകലനം എന്നൊക്കെ പറയുമ്പോഴും മാപ്ര എന്നൊരു വാക്കിലാണ് ഇന്ന് കേരളം മാധ്യമപ്രവർത്തകരെ സംഗ്രഹിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് കാണുന്നത്? ഇത്രയും ഗൗരവമുള്ള ഇപ്പോൾ താങ്കളെപ്പോലെ പല ബിസിനസ്സുകൾ നടത്തുന്ന ഒരാൾ സമയത്തിൻ്റെ ഭൂരിഭാഗവും ഒരു മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. പക്ഷേ പുറത്തൊരു മാധ്യമ പ്രവർത്തകൻ എന്ന പേര്, ആ മേൽവിലാസം മാപ്ര എന്നതിൽ ഒരു ചുരുങ്ങിയ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു വൈരുദ്ധ്യത്തെ കാണുന്നത്? ഞാൻ ഈ മാപ്ര വിളീനെ ഒട്ടും അംഗീകരിക്കാത്ത ഒരാളാണ് കേട്ടോ. കാരണം അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അദ്ദേഹത്തിൻ്റെ ശമ്പളം, അവൻ്റെ ജീവിതം, അവൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് അവൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടാണ്. ഈ ജോലിയുടെ 75% സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കണം. കേരളത്തിൽ ഒരു ജോലിക്കും 75% സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ജോലിയാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ മാപ്രകൾ എന്ന് വിളിക്കുന്നത്. ഈ മാപ്ര വിളിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അജണ്ടയുണ്ട്. കാരണം ആ വിളി കേൾക്കുന്ന ആളെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല. പക്ഷേ വിളിക്കുന്നവനെ ആരാണോ വിളിക്കുന്നത് അവൻ്റെ അജണ്ട ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ മാധ്യമപ്രവർത്തകൻ്റെ അടുത്ത് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാപ്ര എന്ന് വിളിക്കുന്നത്. അത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരാളെപ്പോലും അങ്ങനെ മാപ്ര അല്ലെങ്കിൽ ഒരു ബിസിനല്ല ഒരു മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് വിളിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പല നേതാക്കന്മാരും, പല രാഷ്ട്രീയ നേതാക്കന്മാരും, പല മന്ത്രിമാരും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെ ഈ പഴയ പോലെ ഒന്നല്ലല്ലോ, മാപ്രകൾ എന്നാണല്ലോ വിളിക്കുന്നത്, അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് മാധ്യമപ്രവർത്തകരോട് പറയാറ്. ഞാൻ പറയുന്നത് ഈ പറയുന്ന ആൾക്കാരാണത് പരിശോധിക്കേണ്ടത്. കാരണം എൻ്റെ എന്തോ അജണ്ട അവൻ കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ അവനെ മാപ്ര എന്ന് വിളിക്കുക. നമ്മൾ ഒരാളെ ചീത്ത പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞ കേൾക്കുക അവൻ കേൾക്കാത്തതുകൊണ്ടാണ് ആളെ ചീത്ത പറയുക. കുറ്റം ചീത്ത കേട്ടവനാണോ കുറ്റം ചീത്ത പറയുന്നവനാണോ? അതിന് അങ്ങനെ കണ്ടാൽ മതി. അത് കേരളത്തിലെ നിങ്ങളൊരു രാഷ്ട്രീയ നേതാവോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ MLA ആരെങ്കിലും ഒരാൾ സമൂഹത്തിൽ ഇടപെടുന്ന ഒരാൾ മാപ്ര എന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ നിങ്ങൾ കാണേണ്ടത് എങ്ങനെയാണെന്നറിയോ? കേരളത്തിലെ ഏറ്റവും മോശമായ ഒരാളായിട്ട് കണ്ടാൽ മതി. അങ്ങനെ കാണാൻ പാടുള്ളൂ. അതൊരു ഉപദേശവും തരും. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മാപ്ര എന്ന് വിളി കേൾക്കാൻ വേണ്ടി നിൽക്കരുത് എന്ന് ഉപദേശിക്കും. അങ്ങനെ ഉപദേശിക്കേണ്ട അവസ്ഥയൊന്നും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഇത് വന്നിട്ടേ ഇല്ല. 99% നല്ല മാധ്യമപ്രവർത്തകർ, ചിലപ്പോൾ 1-2 ആൾക്കാർക്ക് ഉണ്ടാവും. 1-2 ആളുണ്ടാവും എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനത്തിന്, ഇന്ത്യയിൽ അഴിമതിയുടെ ചരിത്രം എടുത്താൽ മാധ്യമ പ്രവർത്തനത്തിനും വലിയ പങ്കുണ്ട്. പല മാധ്യമ സ്ഥാപനങ്ങളും വലിയ അഴിമതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്ന എത്രയോ കാര്യങ്ങൾ പിൽക്കാലത്ത് ഇന്ത്യയിൽ നടന്ന എല്ലാ അഴിമതികളും ഒരുപക്ഷെ അതിൻ്റെ വേരിൽ ആദ്യം തന്നെ തൊട്ടിരുന്നെങ്കിൽ ആ അഴിമതി അത്രയും വളർന്നു വലുതാകില്ലായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യവുമാണ്. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന ചില കാര്യങ്ങൾ, അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മുതലാളിമാർ ഈ മുതലാളിയെ സമീപിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ പോലും വന്നിട്ടില്ല കേട്ടോ. ഒരാൾ വന്നിട്ടില്ല എന്ന് പറയുന്നതിന് ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാവാം. അവിടെ വന്നാൽ നടക്കില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇവരിത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് അറിയാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ഒരാൾ പോലും വന്നിട്ടില്ല. ഒരാൾ പോലും അങ്ങനെ ഒരു വാർത്ത ചെയ്യരുത് എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. പിന്നെ പല ആൾക്കാർ ഇങ്ങനെ വിളിച്ച് ചോദിക്കും, അത് വേണമായിരുന്നോ, അത് വേണ്ടിയിരുന്നില്ലല്ലോ, അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സംവിധാനമല്ലേ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, അതവർ അവർ ഫ്രണ്ട്സുകൾ തമ്മിലുണ്ടാകുന്ന സ്വകാര്യ പ്രശ്നങ്ങളെ നിങ്ങളിങ്ങനെ വാർത്തയാക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അത് ഒരാൾ തമ്മിലാണെങ്കിൽ പറ്റും, 2 ആളും 3 ആളും 4 ആളും ആയാൽ അത്
സ്വകാര്യ കൈകാര്യം ചെയ്യാൻ പറ്റും. അത് രോഗമാണ്. ആ രോഗത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എൻ്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ഒന്നും വന്നില്ല. അത് മാത്രമല്ല, എൻ്റെ അടുത്ത് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിൽ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് വൃത്തിയായി എല്ലാവരും നോക്കാറുണ്ട്. നീറ്റായി അതിൻ്റെ എല്ലാ വഴികളും എല്ലാ സംവിധാനവും നോക്കി അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പിറ്റേ രാവിലെ ബ്രേക്കിംഗ് ആയിരിക്കും. ഒരു ഡൗട്ടും കാര്യത്തിനകത്ത് വേണ്ട. ഇതിപ്പോൾ താങ്കൾക്കെതിരെ വലിയ അക്ഷരത്തിൽ എഴുതപ്പെട്ട വാർത്തക്കെതിരായിട്ട് ഒരു മാധ്യമം തന്നെ താങ്കൾക്ക് തുടങ്ങാൻ പറ്റി. ഇത് സാധാരണ ഒരാൾ അല്ലെങ്കിൽ സാധാരണക്കാരനെതിരായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ മറ്റു പലർക്കും എതിരായി ഇതുപോലെ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി പോകുന്ന വാർത്തകളുടെ മുന്നിൽ നിസ്സഹായരാവുന്ന ആളുകൾക്ക് എന്ത് ടൂളാണ്? ഒന്നും ചെയ്യാനില്ല. അവൻ്റെ വിധിയാണെന്ന് വെച്ചാൽ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഞാൻ പല വാർത്തകളും ചിലപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ പോയിട്ടുണ്ടാവാം. ഒന്നും ചെയ്യാനില്ല. കാരണം നിസ്സഹായതയോടു കൂടി കണ്ടു നിൽക്കുക എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഒരാളുടെ വിഷമവും ഒരു മാധ്യമവും അനുഭവിക്കുന്നില്ല കേട്ടോ. ഒരാളുടെ വിഷമവും ഒരു വാർത്ത വന്ന് നിസ്സഹായതക്ക് കൈ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. കള്ളനെ എക്സ്പോസ് ചെയ്യാം, അതായത് തെറ്റ് ചെയ്യുന്നവനെ എക്സ്പോസ് ചെയ്യാം. തെറ്റ് ചെയ്യാത്തവനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ മാധ്യമ ശൈലിയിൽ ഒന്നും ചെയ്യില്ല. ഏതെങ്കിലും ഒരാൾ മാധ്യമ വിചാരണയ്ക്ക് പെട്ടുപോയാൽ അവൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ ഈ സമൂഹത്തിലേ ഇല്ല. മാധ്യമപ്രവർത്തനമൊന്നും അങ്ങനെ ചെയ്യുന്നില്ല, മാധ്യമ സ്ഥാപനമൊന്നും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. കേരളത്തിലെ, ഞാനതുകൊണ്ട് നേരത്തെ പറഞ്ഞത്, കേരളത്തിലെ 80% മാധ്യമ സ്ഥാപനത്തിൻ്റെ മുതലാളിമാർ ഒന്നിച്ചു കൂടെ നിന്ന് തീരുമാനം എടുക്കുകയാണ്. മാധ്യമ സിൻഡിക്കേറ്റായിട്ട് പ്രവർത്തിക്കുകയാണ് അല്ലേ? അപ്പം അത് ആ രീതിയിൽ കണക്കാക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് ആരും ഇരയായി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ മാത്രം മാറ്റാൻ. ഞാൻ പല ആൾക്കാരും പറയുന്നുണ്ട്, നിങ്ങളെ ഒരു മാധ്യമ സ്ഥാപനം ഇരയാക്കിയാൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് പറയണം. നിങ്ങൾ ഈ സ്ഥാപനം ഇരയാക്കി, ഇന്നാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയാം. അത് ടെലികാസ്റ്റ് ചെയ്യും വൃത്തിയായിട്ട്, നീറ്റായിട്ട്. അത് ഇന്ന മാധ്യമം കൊടുത്തതുകൊണ്ട് ഞങ്ങൾ കൊടുക്കൂല എന്നൊന്നും പറയില്ല. വൃത്തിയായിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ, ഇന്ന രീതിയിൽ അത് നടത്തിയിട്ടുള്ളത്, ഇന്ന രീതിയിലാണ് പോയിട്ടുള്ളതെന്ന് വൃത്തിയായിട്ട് കണക്കാക്കി കൈകാര്യം ചെയ്യും. അനീതിയാൽ വേട്ടയാടപ്പെടുന്ന തെരുവിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരാൾക്ക് റിപ്പോർട്ടർ കൈ കൊടുക്കും. റിപ്പോർട്ടറിൻ്റെ എന്ത് സംവിധാനം ഉപയോഗിച്ചിട്ടാണോ അവനെ സഹായിക്കാൻ പറ്റുന്നത് ആ സഹായം മുഴുവൻ ചെയ്യും. പക്ഷേ അതിനകത്ത് സത്യാവസ്ഥ വേണം. അയ്യോ, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട മാധ്യമം എനിക്കിതിന് വാർത്ത കൊടുത്തെന്ന് പറഞ്ഞാൽ ഓടി വരരുത്. ഞാനതിനെ 100% തെറ്റ് ചെയ്തിട്ടില്ല. എന്നെ ഈ മാധ്യമം വേട്ടയാടുകയാണെന്ന് ഏതെങ്കിലും ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് സമീപിക്കാൻ പറ്റിയ കേരളത്തിലെ ഏക മാധ്യമ സ്ഥാപനം റിപ്പോർട്ടർ TV. വേറെ ഒരു മാധ്യമ സ്ഥാപനം സമീപിച്ചിട്ട് ഇതുവരെ കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി വേറെ ആരും വരുമെന്ന് നോക്കാം. ഈ നീതിയെക്കുറിച്ച് പറയുന്നത് പോലെ സാങ്കേതിക പ്രവർത്തനത്തിൽ റിപ്പോർട്ടർ മുന്നിലാണ് എന്ന് പറയുന്നു, റിപ്പോർട്ടിങ്ങിൽ മുന്നിലാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു സർവേ നടത്തുകയാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അതൊക്കെ ഒരു മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നത് പോലെയല്ല. ആ റിപ്പോർട്ടർ TV നടന്ന ആ സർവേയെക്കുറിച്ച് പറയാം. അതിനൊക്കെ, അതായത് നമ്മൾ ടെലിവിഷൻ ആളുകൾ കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അതിനൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ അതോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം റിപ്പോർട്ടർ TV സർവേ അനൗൺസ് ചെയ്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 25,000 പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത്രയധികം റീച്ചാണ്. റിപ്പോർട്ടർ TVൻ്റെ റീച്ചിനെ കുറിച്ചിട്ട് കേരളത്തിലെ പല ആൾക്കാർക്ക് ധാരണയില്ലാത്തതുകൊണ്ടാണ്. അത്രയധികം റീച്ചാണ്. 35 ലക്ഷം ആൾക്കാരെങ്ങാണ്ടായി ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ടർ TVൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചു. 15 ലക്ഷം ആൾക്കാരെങ്ങാണ്ട് ഓൾറെഡി വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും വലിയൊരു സാമ്പിളിൽ ഒരു സർവേ ലോകത്ത് എവിടെ നടന്നതായിട്ട് എനിക്കറിയത്തില്ല. കേരളത്തിലല്ല, ലോകത്ത്. അത്രയും വലിയ റിയാലിറ്റിയാണെന്നേ. ചോദ്യം ചോദിക്കുന്നു, അതിന് മറുപടി അവരവർക്ക്. പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം, എനിക്ക് പല ആൾക്കാർ സർവേ റിസൾട്ട് വരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ സർവേ നടത്തിയത് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. റിപ്പോർട്ടർ TVൻ്റെ സർവേക്ക് ഒരാൾക്കും അങ്ങനെ പറയാറില്ല. മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ കയറി സർവേ ചെയ്ത് വോട്ട് ചെയ്യുക, ആ വോട്ടിൻ്റെ റിസൾട്ട് അതിൽ കാണും എന്നുള്ളതാണ്. ഇത്രയും നീറ്റായിട്ടാണ് റിപ്പോർട്ടർ TV കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞില്ലേ, പറയുന്ന എണ്ണവും അതിനകത്തേക്ക് പ്രവേശിച്ച ആളുടെ എണ്ണവും കറക്റ്റാണ്, രണ്ടല്ല. അത് മാത്രമല്ല, അത് റിയാലിറ്റി അതല്ലേ, സത്യസന്ധമായിട്ട് ഒരു സാധനം റിയാലിറ്റിയോട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുപോലെ എവിടെയെങ്കിലും അത് നടന്നിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കേരളത്തിലെ റിപ്പോർട്ടർ TVയുള്ള ജേർണലിസ്റ്റുകളുടെ ടാലൻ്റാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്രയും ടാലൻറ്റഡ് ആയ ആൾക്കാരാണ് ഡിജിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നത് റിപ്പോർട്ടർ TVൻ്റെ. അതിൻ്റെ ബെനിഫിറ്റാണ് കാണുന്നത്. ഇപ്പോൾ എൻ്റെ മാത്രം കഴിവാണ്. ഞാൻ പല ആൾക്കാരും പറയും, ഞാൻ വന്നതുകൊണ്ട് റിപ്പോർട്ടർ TV 1ാം സ്ഥാനത്തെത്തി, ഞാൻ വന്നതുകൊണ്ട് റിപ്പോർട്ടർ TV 2ാം സ്ഥാനത്തെത്തി എന്നുള്ളതൊന്നല്ല. റിപ്പോർട്ടർ TVയിൽ ഓരോ ജേർണലിസ്റ്റിനും ഓരോ ചെറിയ ആൾക്കാർക്കും അതിൻ്റെതായ ജോലിയുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ടാലൻ്റാണ്, ജേർണലിസ്റ്റുകളുടെ ടാലൻ്റാണ്, അല്ലാണ്ട് മുതലാളിയുടെ ടാലൻ്റ് അല്ല എന്ന് പറയുന്ന ഒരാളാണ്. ഒരാൾക്ക് റിപ്പോർട്ടർ TVയിൽ ടാലൻ്റ് ഇല്ല എന്ന് പറയണ്ടേ? ഇല്ല. ഒരാൾക്ക് റിപ്പോർട്ടർ TVയിലേക്കുള്ള അവസരം, അല്ലെങ്കിൽ റിപ്പോർട്ടർ TVയിലേക്ക്
തിരഞ്ഞെടുക്കപ്പെടാനുള്ള ക്രൈറ്റീരിയ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകരാണ് ഏറ്റവും എഡിറ്റർ ഡെസ്കിൽ ഇരിക്കുന്നത് മുതൽ അതിൻ്റെ റിപ്പോർട്ടർ വരെ എന്ന് നിങ്ങൾ അവതരിപ്പിക്കുന്നു? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? ഞാൻ പറയുന്നത് അവരെന്തായിരിക്കണം? ഹാർഡ് വർക്ക് ചെയ്യാൻ 100% തീരുമാനിക്കില്ല. രണ്ടാമത്തെ കാര്യം സ്വന്തം അജണ്ട ഉണ്ടാകാൻ പാടില്ല. ഹാർഡ് വർക്ക് ചെയ്യുക, സ്വന്തം അജണ്ട ഉണ്ടാവാതെ ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നത്, ഞാൻ ഈ കാര്യത്തിനകത്ത് എൻ്റെ ടാലൻ്റ് ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് നിൽക്കാനും പറ്റില്ല. കാരണം നമ്മൾ വന്നിട്ട് കാരണം ആ സിസ്റ്റത്തെ ബാധിക്കും. കാരണം നല്ല സ്പീഡിൽ പോകുന്ന ഞാൻ പല ആൾക്കാരും പറഞ്ഞത് റിപ്പോർട്ടർ TV 100 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. കേരള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്പീഡിൽ ചിലപ്പോൾ പോകുന്നുണ്ടാവില്ല. കാരണം 24 മണിക്കൂറിൽ 6 മണിക്കൂർ ഒഴിച്ചിട്ട് ബാക്കി 18 മണിക്കൂർ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലാണ്. കാരണം അതിൻ്റെ അകത്തൊരു പാക്കേജ് സ്വഭാവം ഇല്ല. എന്താണോ റിയാലിറ്റി അത് അപ്പോൾ റിപ്പോർട്ടർ TV കിട്ടും. ഒരു പാക്കേജ് ഉണ്ടാക്കി അതെല്ലാം കൂടി പാക്കേജ് ആക്കി അടുത്ത വാർത്തയ്ക്ക് ഉണ്ടാക്കി അങ്ങനെ കൊടുക്കുന്ന സിസ്റ്റം അല്ല റിപ്പോർട്ടർ TV സംബന്ധിച്ചിടത്തോളം. അങ്ങനെ കേരളത്തിൽ മാധ്യമ ഇല്ല കേട്ടോ. 18 മണിക്കൂറും അതിപ്പോൾ ഞാൻ 24 മണിക്കൂർ ആക്കാൻ വേണ്ടി പോവാണ്. രാത്രിയും പകലും കൂടെ ലൈവിലേക്ക് മാറുകയാണ്. അപ്പോൾ അത്രയും സ്പീഡായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന TV ചാനലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരാൾ വന്ന് കയറിയാൽ ഓട്ടോമാറ്റിക് തെറിച്ചു പോകും. കാരണം അത് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ടാലൻ്റ് ഉള്ള ഒരാൾക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ആ രീതിയിൽ വളരാനും പറ്റും. കാരണം റിപ്പോർട്ടർ TVയിലെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളെ മുഴുവൻ നോക്കി എല്ലാവർക്കും എല്ലാവരെയും അറിയാം, പരസ്പരം അറിയാം. അതുമാത്രമല്ല ജനങ്ങൾക്കും അറിയാം ഇനിയാൾ റിപ്പോർട്ടർ TVയിലെ ജേർണലിസ്റ്റാണ് എന്നുള്ളത് അറിയാം. കേരളത്തിൽ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ അടക്കം റിപ്പോർട്ടർ TVയിൽ വന്നപ്പോൾ ഭയങ്കര ഫെയിം വന്നു. കാരണം അതുകൊണ്ടാണ് അവർ ആ സ്പേസ് കൊടുക്കുന്നതുകൊണ്ടാണ്. കാരണം ആ സ്പേസ് പല സ്ഥാപനങ്ങളും അങ്ങനെ കൊടുക്കാറില്ല. ജേർണലിസ്റ്റുകളുടെ പേര് എഴുതി വെച്ചിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലുകൾ എത്രയുണ്ട് കേരളത്തിൽ? ഞാൻ പറയുന്നത് അതിൻ്റെ എഡിറ്റർ തുടങ്ങിയിട്ട് ഒരാളുടെ പേര് എഴുതി വെക്കില്ല. വലുതായിട്ട് ഷോകൾക്ക് പേരിടാറില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്നിട്ടിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിലെ ഏത് സ്ഥാപനത്തിൽ കണ്ടു? അത് മുതലാളിൻ്റെ പേര് എഴുതി വെക്കുന്നുണ്ട് ചിലപ്പോൾ, ഡിബേറ്റ് വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റുള്ളത് കണ്ടിട്ടുണ്ടോ? പിന്നെന്താണ് ഗുഡ് മോർണിംഗ് ഷോ വിത്ത് ഡോക്ടർ അരുൺകുമാർ എന്ന് നമ്മൾ എഴുതി വെക്കാറുണ്ട്. ഓരോരുത്തർക്കും തങ്ങളുടെ മേൽവിലാസം കൂടി ഞാൻ പറയുന്നത് ഇപ്പം സുജിയ പാർവതി നമ്മുടെ അടുത്തില്ല. ഞാൻ പറയുന്നത് ഗുഡ് ഈവനിങ് വിത്ത് സുജിയ പാർവതി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവർക്കാണ് അതിൻ്റെ ഫെയിം കിട്ടുന്നത്. റിപ്പോർട്ടർ TVക്ക് കിട്ടുന്നതിനേക്കാളും. കാരണം റിപ്പോർട്ടറിന് പേര് വെച്ചാൽ മതി, ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഗുഡ് ഈവനിങ് ഷോ എന്ന് വെച്ചാൽ മതി. മനസ്സിലായോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം മോർണിംഗ് ഷോ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ഇവരെ പേടിയാ. കാരണം ഇവർ ഇവിടുന്ന് പോയാൽ എന്തോ സംഭവിക്കും എന്നുള്ളൊരു പേടി കൊണ്ടാണ് സത്യം പറയാൻ ആൾക്കാർക്ക് പേര് മാധ്യമ സ്ഥാപനത്തിന് ഓണേഴ്സ് കൊടുക്കാത്തത്. അത് ഉപയോഗിക്കേണ്ട, ആ ടാഗ് ലൈൻ ഉപയോഗിക്കേണ്ട എന്ന് പറയും. എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വായി കീറിയ ദൈവം ഇര തരും എന്ന് പറയുന്ന പോലെ വാർത്ത കേരളത്തിലുണ്ടോ? റിപ്പോർട്ടർ TV 1-2 സ്ഥാനത്തുണ്ടാവും. കണ്ടന്റ് ഈസ് ദ കിങ് എന്നുള്ള പറയുക. കണ്ടന്റാണ് റിപ്പോർട്ടർ TVനെ നയിക്കുന്നത്. അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഒപ്പം ഗംഭീരമായി പെർഫോം ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള നല്ല ജേർണലിസ്റ്റുകൾ റിപ്പോർട്ടർ TVയിലുള്ളിടത്തോളം കാലം ഒന്നും പേടിക്കാനില്ല. കാരണം എന്നെപ്പോലെ തന്നെ ഈ റിസ്ക് മുഴുവൻ അവരും എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല ഈ റിസ്ക് എടുക്കുന്ന മുഴുവൻ. അപ്പം ഡോക്ടർ അരുണും സ്മൃതി പരുത്തിക്കാടും ഒക്കെ ഈ പറയുന്ന അറ്റാക്കുകൾ മുഴുവൻ ഏറ്റെടുക്കുന്നുണ്ട്. 3 ദിവസം കണ്ടായിരുന്നു മാധു വന്നിട്ട്. മാധുവിനടക്കം അറ്റാക്ക് വരാതെ പറ്റി. കാരണം അതിൻ്റെ ഒരു വ്യത്യാസത്തിൻ്റെ ബെനിഫിറ്റാണ് ഞാൻ പറയുന്നത്. വലിയ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, കണ്ടന്റ് എന്നുള്ളത്. നിങ്ങൾ എത്ര സാങ്കേതികത ഉപയോഗിച്ചാലും ആ കണ്ടന്റ് ഉണ്ടായിരിക്കണം അല്ലേ? ഒരാൾ കണ്ടന്റ് ഉണ്ടാകണമെങ്കിൽ വായനയൊക്കെ പ്രധാനമാണ്. ഇതൊരു ലിറ്ററേച്ചർ ഫെസ്റ്റാണ്. ഇപ്പോൾ താങ്കളെ വിളിച്ചത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ. എങ്ങനെയാണ് വായന, മറ്റ് കാര്യങ്ങൾ, മറ്റ് ആനന്ദങ്ങൾ, സിനിമ, അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ മുഴുവൻ സമയവും മാധ്യമ പ്രവർത്തകനായിട്ടോ ബിസിനസ്സുകാരനായിട്ടോ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണ് മറ്റ് ആനന്ദങ്ങൾ? നന്നായി വായിക്കും, നന്നായി സിനിമ കാണും. എത്ര വായിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും വായിക്കാറുണ്ട്. ഇപ്പം കുറച്ചും കൂടെ വായന കുറഞ്ഞു, പക്ഷെ എന്നാലും നല്ല രീതിയിൽ വായിക്കും. സിനിമ മാക്സിമം. എന്താണ് വായിക്കാറുള്ളത്? ലിറ്ററേച്ചർ, ഫിക്ഷൻ അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ? ഞാൻ നോൺ ഫിക്ഷൻ വായിക്കാറുണ്ട്. ഇപ്പോഴത്തെ ശൈലി എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ വായിക്കുന്ന ഈ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ തന്നെയാണ് മുഴുവൻ വായിക്കുന്നത്. പിന്നെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ബുക്കുകളെല്ലാം മാക്സിമം വായിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഈ ഞാൻ പറഞ്ഞത് 2-3 വർഷത്തിന് മുൻപുള്ള കാര്യങ്ങളാണ്. ഭയങ്കരമായിട്ട് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ബുക്ക് ചെറുപ്പത്തിലൊക്കെ വായിക്കുമായിരുന്നു. നന്നായി വായിക്കും. നന്നായി വായിക്കും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പത്രം വായിക്കും. 4 പത്രയിൽ മിനിമം വായിക്കും. അപ്പം അതുകൊണ്ട് അതൊരു ഇതായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വായന. കാരണം നമ്മളെ കൊണ്ട് ആവുന്നില്ല, ആ സമയം പറ്റുന്നില്ല. കാരണം ഇപ്പം ഈ
ടെക്നോളജി പറഞ്ഞതുകൊണ്ട് ഇതാണോ നാളത്തെ പോകുന്നത് നല്ലത്, നാളെ പോകുന്നതാണോ നാളെ നല്ലതെന്ന് ആലോചിച്ചിട്ട് കൂടുതൽ അതിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ എന്നാലും സിനിമയൊക്കെ കാണുമോ? മാക്സിമം കാണും. ഇഷ്ടപ്പെട്ട അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഒരു ഇഷ്ട സിനിമകളുടെ ഒരു അല്ലെങ്കിൽ ഇഷ്ട ഡയറക്ടർ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ രുചികൾ അങ്ങനെയൊന്നുമില്ല. പക്ഷെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാലത്ത് ഒരു സിനിമ ഒഴിവാക്കില്ലായിരുന്നു, എങ്ങനെയെങ്കിലും കാണാനുള്ള സംവിധാനം ഉണ്ടാകുമായിരുന്നു. ഇപ്പം പിന്നെ OTT വന്നതിന് ശേഷം OTT ഉള്ളത് കൊണ്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോഴും മറ്റതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഇയർഫോൺ എടുത്തും സിനിമ ഒത്തും കാണും, അങ്ങനെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് വായനയും സിനിമയും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും വലിയ കാര്യമായിട്ട് അങ്ങനെ പിന്നെ ഇതൊന്നും തോന്നുന്നില്ല. എന്തായാലും ചെറിയ പ്രായത്തിൽ 4 പത്രമൊക്കെ വായിക്കുന്ന ഒരാൾ പിന്നീട് മാധ്യമ പ്രവർത്തകൻ, അതിൻ്റെ തലപ്പത്ത് തന്നെ ഇരിക്കുന്ന ഒരാളായി ഇനി അടുത്ത ഇംഗ്ലീഷ് ചാനൽ തുടങ്ങുന്നു, കുറച്ചുകൂടി വിപുലമാക്കാൻ വേണ്ടി പോകുന്നു. എന്താണ് ഇനി ഭാവി? അതായത് ഇപ്പം ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു, ഈ മാധ്യമ മേഖലയിൽ ടെലിവിഷൻ ചരിത്രത്തിൽ ഉണ്ടാകേണ്ട മാറ്റം ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം എന്താ പറയുക, അജണ്ടകളില്ലാത്ത മാധ്യമ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അജണ്ടകളില്ലാത്ത മാധ്യമ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഭരണ പ്രതിപക്ഷ സംവിധാനങ്ങളെ എല്ലാം ഒരുപോലെ കാണാൻ പറ്റണം. അങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാകണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വാർത്തകൾ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ എന്താ പറയുക, നീതിക്ക് വേണ്ടിയിട്ട് പോരാടാൻ പറ്റണം. ഇതൊക്കെ സാധാരണ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ അത് കേരളത്തിൽ നടക്കില്ല. ഇപ്പോൾ നിങ്ങൾ വന്നിട്ടാണോ ഇത് ചെയ്യാൻ പോകുന്നത് പല ആൾക്കാരും ചോദിക്കും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, അങ്ങനെയുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ എണ്ണം കുറവാണ്. അത് ഈ പരമ്പരാഗത മാധ്യമ പ്രവർത്തനം പ്രത്യേകിച്ച് അവർ ചെയ്തു വെച്ചൊരു ശൈലിയുണ്ട്, അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് പുതിയതായി തുടങ്ങുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ കഴിയുമെന്നുള്ളത്. ഞാൻ പറയുന്നത് ഇനിയും കേരളത്തിൽ 10-15 മാധ്യമ സ്ഥാപനങ്ങൾ സ്കോപ്പുണ്ട്, എത്ര സ്കോപ്പ് വന്നാലും. പക്ഷേ എന്താണ്, അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം അങ്ങനെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ വന്നാൽ മാത്രമാണ് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയുള്ളൂ. ചരിത്രം എന്ന് പറയുന്നത് പഴയ മാധ്യമപ്രവർത്തനത്തിൻ്റെ ശൈലിയാണെങ്കിൽ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒന്നും മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഇപ്പം ഈ സോഷ്യൽ മീഡിയ മറ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന ഞാൻ ഈ പറയുന്ന ഈ BJPയുടെ ഇലക്ഷൻ്റെ സമയത്ത് പുറത്തിരുന്ന ഒരു യൂട്യൂബറാണ് സത്യം പറയുകയാണെങ്കിൽ പിന്നെ BJPൻ്റെ ഒരു 10% വോട്ടെങ്കിലും കളഞ്ഞിട്ടുണ്ടാവും. ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു മാധ്യമ സ്ഥാപനം വിചാരിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും? പേടി ഉണ്ടാവണം ആൾക്കാർക്ക്, ഇത് ഇന്നത് ചെയ്താൽ പ്രശ്നമാണ് എന്നുള്ളത് വിചാരിക്കണം. അപ്പം അങ്ങനെയുള്ളൊരു മാധ്യമ ശൈലി മാറ്റം വരണം. ആ ശൈലി മാറ്റം വരണമെങ്കിൽ പുതിയ മാധ്യമ സ്ഥാപനം വരണം. SST മാധ്യമ സ്ഥാപനമല്ല. അപ്പോൾ ഞാൻ പറയുന്നത് എത്ര മാധ്യമ സ്ഥാപനം കേരളത്തിൽ വന്നാലും അത്രയും മാധ്യമ സ്ഥാപനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് കേരളത്തിൽ. കാരണം റിപ്പോർട്ടർ TV വന്നതിന് ശേഷമാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലെ പിന്നെ മാധ്യമപ്രവർത്തകർക്ക് നല്ല രീതിയിൽ ശമ്പളം കിട്ടാൻ തുടങ്ങി. ഞാൻ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതല്ല പറഞ്ഞത്, അവരുടെ വർക്കിനനുസരിച്ച് ശമ്പളം കൊടുക്കാൻ തുടങ്ങിയത്, നല്ല രീതിയിൽ ശമ്പളം കൊടുത്തു തുടങ്ങിയത്. അതുകൊണ്ടാണ് പുതിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ റിപ്പോർട്ടർ TVനെ ഒരു ബേസ് ആക്കി വെച്ച് അതിന് മേലെ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അതിനനുസരിച്ച് ബിസിനസ് ഉണ്ടാകും, മറ്റുള്ള സംവിധാനം ഉണ്ടാവും. അങ്ങനെ ഒരു പുതിയ പിന്നെന്താണ് ഒരു മാധ്യമ സംസ്കാരം കേരളത്തിൽ രൂപപ്പെട്ട് വരേണ്ടതുണ്ട്. അതാണ് കേരളത്തിൽ ഗുണം ചെയ്യുക. ഇതുവരെയുള്ള മാധ്യമ സംസ്കാരം 1% പിന്നോട്ടടിച്ചിട്ടുണ്ട്. കേരളത്തിലെ വികസനത്തെയും കേരളത്തിൻ്റെ മുന്നോട്ട് വരവിനെയും ഒരു 20% പിന്നോട്ടടിച്ചിട്ടുണ്ടാവാം. അതില്ലാതിരിക്കണമെങ്കിൽ പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്തണം. ആ സംസ്കാരം രൂപപ്പെടുത്തണമെങ്കിൽ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല SST മാധ്യമ സ്ഥാപനങ്ങൾക്ക് പറ്റുമെന്നുള്ളത്. 2022 2020 കൂട്ടിക്കോളൂ, 2020 ശേഷം വരുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒരു അഗ്രസീവ്നെസ് ഉണ്ടാവും. ആ അഗ്രസീവ്നെസ് എവിടെ നിന്ന് വന്നാണ്? റിപ്പോർട്ടർ TVയെ കണ്ട് പഠിച്ചിട്ട് വന്ന അഗ്രസീവ്നെസ്സാണ്. ആ അഗ്രസീവ്നെസ്സിനോട് കൂടി വരുന്ന സ്ഥാപനങ്ങൾ ഒരു 10, 5, 6, 7 ഉണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു സംസ്കാരമായി മാറുകയുള്ളൂ. അത്രയും വരുന്നത് വരെ നമ്മളിവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവർക്കൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് മെല്ലെ പോവാം. തീർച്ചയായും ആ പരമ്പരാഗതമായ ശൈലികളെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഇടങ്ങൾ ഇനിയും ഉള്ള അല്ലെങ്കിൽ പുതിയ ഇടങ്ങൾക്ക് ഇനിയും ഇവിടെ സ്ഥലമുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ ഈ മാഡിസത്തിൻ്റെ ഈ ലിറ്റ് ഫെസ്റ്റിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നതിന് വലിയ സന്തോഷം. താങ്ക് യു. ഒരു വലിയ വിജയമാറട്ടെ എന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഇന്ത്യയിൽ പിന്നെ ഒരു ഡിജിറ്റൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നത്. വലിയ വിജയമായി മാറട്ടെ, എല്ലാ വർഷവും നടത്താൻ പറ്റട്ടെ, എല്ലാത്തിലും അതിഥിയായി വരാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്.